ഹലോ ഫ്രണ്ട്സ്, വേൾഡ് ഹിസ്റ്ററിയിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1688 നടന്ന വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. 1688. ഇതിന്റെ മറ്റു പേരുകൾ രക്തരഹിതമായ വിപ്ലവം, ബ്ലഡ്ലെസ് റവല്യൂഷൻ, കൊട്ടാരം വിപ്ലവം, പ്യൂരിറ്റൻ വിപ്ലവം, ഇംഗ്ലീഷ് ആഭ്യന്തര കലാപം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഈ പേരുകൾ ഞാൻ ഒരു തവണ മാത്രമേ പറഞ്ഞുള്ളൂ എങ്കിലും ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിത് കൃത്യമായിട്ട് എന്താണെന്ന് പഠിക്കും. ഒരു തവണ കൂടി 1688 വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, രക്തരഹിതമായ വിപ്ലവം, കൊട്ടാരം വിപ്ലവം, പ്യൂരിറ്റൻ വിപ്ലവം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെട്ട വിപ്ലവമാണ് 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. നമുക്ക് TSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ മേഖല പഠിക്കുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ കഥ എന്താണെന്ന് വ്യക്തമായി ആദ്യം മനസ്സിലാക്കാം. അതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രണ്ട് രാജവംശങ്ങളാണ്, ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണേ, കഥ പോലെ പഠിക്കണേ. ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും, രണ്ട് രാജവംശമാണ്. ഒന്ന് മനസ്സിൽ പറഞ്ഞേ, ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും രണ്ട് രാജവംശങ്ങളാണ്. ഇതിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്ന സമയത്തെ രാജവംശം സ്റ്റുവർട്ട് രാജവംശമാണ്. ഞാൻ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഈ പോയിന്റ് തെറ്റിക്കരുത്. ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ഏത് രാജവംശത്തിന്റെ ഭരണമായിരുന്നു എന്ന് ചോദിച്ചാൽ സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ഭരണമായിരുന്നു. ക്ലിയർ ആണ്? ഇനി ട്യൂഡർ സ്റ്റുവർട്ട് രാജവംശങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇംഗ്ലണ്ട് ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായും ഫ്യൂഡൽ വ്യവസ്ഥ പിന്തുടർന്നിരുന്ന ഒരു രാജ്യമാണ്. ഫ്യൂഡൽ എന്ന വാക്കിന്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി അഥവാ എ പീസ് ഓഫ് ലാൻഡ് എന്നാണ്. എന്താണ് ഫ്യൂഡൽ വ്യവസ്ഥ? വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കൂ. ഭൂമി കേന്ദ്രീകൃതമായി ഒരു സാമൂഹിക ക്രമം ഉയർന്നു വരുന്ന സംവിധാനത്തെ പറയുന്ന പേരാണ് ഫ്യൂഡലിസം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈവശമുള്ള ഭൂമിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ലഭിക്കുന്നത്. എത്ര ഭൂമി നിങ്ങളുടെ കൈവശമുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കും. ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഭൂമി മുഴുവനും കൈവശം വെച്ചിരുന്നത് രാജാവാണ്. എന്നിട്ട് ഈ രാജാവ് എന്ത് ചെയ്യും? ഈ ഭൂമിയെ തൊട്ടു താഴെയുള്ള പ്രഭുക്കന്മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. പ്രഭുക്കന്മാർക്ക് ഈ ഭൂമിയിന്മേൽ അവകാശം ലഭിക്കുകയും യുദ്ധം വരുന്ന സമയത്ത് രാജാവിനെ സൈനികപരമായിട്ട് പ്രഭുക്കന്മാർ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഭൂമി കേന്ദ്രീകൃതമായി, ഈ വാക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, ഭൂമി കേന്ദ്രീകൃതമായി ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന സാമൂഹിക ഘടന അറിയപ്പെട്ടിരുന്ന പേരാണ് ഫ്യൂഡലിസം എന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫ്യൂഡൽ വ്യവസ്ഥയാണ്. കഥ കൃത്യമായി മനസ്സിലാക്കണേ. ഈ ഫ്യൂഡൽ വ്യവസ്ഥ പിന്നീട് തകർന്നുപോയി എന്ന് പറഞ്ഞാൽ പകരം ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് പകരം ഉയർന്നു വന്ന മറ്റൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പേര് മധ്യവർഗം എന്നാണ്. പൂർണ്ണമായിട്ട് മനസ്സിലാക്ക്, മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗം. ഇപ്പൊ രണ്ട് ടീമായേ, ഫ്യൂഡൽ പ്രഭുക്കന്മാരും മധ്യവർഗവും. പിന്നീട് ഇംഗ്ലണ്ടിനെ നിയന്ത്രിച്ചത് പൂർണ്ണമായിട്ടും മധ്യവർഗമാണ്. അപ്പൊ മധ്യവർഗം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്ക്. വിദ്യാസമ്പന്നരായ അധ്യാപകർ, അഭിഭാഷകർ, ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, വ്യാപാരികൾ, അവരൊക്കെയാണ് ഈ മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ആളുകൾ ഉൾപ്പെടുന്ന മധ്യവർഗം ഉയർന്നു വന്നതിനെ തുടർന്ന് ഫ്യൂഡലിസം ഇംഗ്ലണ്ടിൽ തകർന്നു. അപ്പോൾ നമ്മളിപ്പോ പഠിച്ച കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിന്റെ സമൂഹം പൂർണ്ണമായും ഫ്യൂഡലിസത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിന്നത്. പെട്ടെന്ന് ഫ്യൂഡലിസം തകരുകയും ഒരു മധ്യവർഗം ഉയർന്നു വരികയും ചെയ്തു. ഇംഗ്ലണ്ടിലെ ഗതാഗതം, ഇംഗ്ലണ്ടിന്റെ വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് മധ്യവർഗമാണ്. ഇംഗ്ലണ്ടിന്റെ ബാക്ക് ബോണായിട്ട് മധ്യവർഗം മാറി. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ആദ്യകാലത്ത് ശക്തമായ കത്തോലിക്ക വിഭാഗം ആണ് ഉണ്ടായിരുന്നത്. അവരറിയപ്പെടുന്നത് ആംഗ്ലിക്കൻ സഭ എന്നാണ്. ആംഗ്ലിക്കൻ സഭ, പേര് ശ്രദ്ധിക്കണേ, ആംഗ്ലിക്കൻ സഭയായിരുന്നു. പിന്നീട് നമുക്കറിയാം മതപരിവർത്തനം ഇംഗ്ലണ്ടിൽ നടന്നു. മതപരിവർത്തനം നടന്നപ്പോൾ പുതിയൊരു സഭ ഉയർന്നു വന്നു. അതിന്റെ പേര് പ്യൂരിറ്റൻ സഭ എന്നാണ്. ആദ്യം ഉണ്ടായിരുന്ന സഭയുടെ പേര് മനസ്സിൽ പറയേ, ആംഗ്ലിക്കൻ സഭ. പിന്നീട് വന്ന സഭ പ്യൂരിറ്റൻ സഭ. മാറിപ്പോരുത്. മതനവീകരണം നടന്നതിന് ശേഷം, റിഫോർമേഷൻ നടന്നതിന് ശേഷം, അതായത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം വരുന്ന സഭ. നമ്മൾ പ്യൂരിഫൈഡ് വാട്ടർ ഉപയോഗിക്കാറില്ലേ? അത് പ്യൂരിഫിക്കേഷന് ശേഷം വരുന്നതാണ്. അപ്പൊ പ്യൂരിറ്റൻ സഭ എന്ന് പറഞ്ഞാൽ മതം നവീകരിച്ചതിന് ശേഷം വരുന്ന സഭയാണ് പ്യൂരിറ്റൻ സഭ. ആദ്യ കാലഘട്ടത്തിൽ കത്തോലിക്കയുടെ ആംഗ്ലിക്കൻ സഭയ്ക്കായിരുന്നു അവിടെ പ്രാധാന്യമെങ്കിൽ പതുക്കെ പതുക്കെ പ്യൂരിറ്റൻ സഭ അവിടെ ശക്തി ഉറപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഫ്യൂഡലിസം മാറി മധ്യവർഗം വന്നു. ആംഗ്ലിക്കൻ സഭയ്ക്ക് പകരം പ്യൂരിറ്റൻ സഭ അവിടെ ഉയർന്നു വന്നു. ഇനി അതുപോലെ തന്നെ ഇംഗ്ലണ്ടില് ഒരേപോലെ രാജാവും പാർലമെന്റും ഉണ്ട്.
അപ്പോ ഈ ട്യൂഡർ രാജവംശം ഭരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേ, ട്യൂഡർ രാജവംശം ഭരിക്കുന്ന സമയത്ത് പാർലമെന്റിന് അധികാരങ്ങൾ നൽകിയിരുന്നു. പാർലമെന്റിന്റേതായ അധികാരം പാർലമെന്റിനും രാജാവിന്റെ അധികാരം രാജാവിനും എന്നുള്ള രീതിയിലാണ് ആര് ഭരിച്ചത്? ട്യൂഡർ രാജവംശം ഭരിച്ചത്. പക്ഷെ ട്യൂഡർ രാജവംശത്തിന് ശേഷം വന്ന സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാക്കന്മാർ പാർലമെന്റിന് വില നൽകിയില്ല. അവർ രാജാവിന്റെ അധികാരത്തിന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ഇംഗ്ലണ്ടിൽ ഒരു വലിയ മാറ്റം ഇങ്ങനെ സംഭവിച്ചു. എപ്പോ സംഭവിച്ചു? ട്യൂഡർ രാജവംശം കഴിഞ്ഞ് ഏത് രാജവംശം വരുമ്പം? സ്റ്റുവർട്ട് രാജവംശം വരുമ്പോ. അപ്പോൾ വിപ്ലവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചു, ഫ്യൂഡലിസം തകർന്നു, മധ്യവർഗം ഉയർന്നു വന്നു. ആംഗ്ലിക്കൻ സഭയ്ക്ക് പകരം പ്യൂരിറ്റൻ സഭ വരുന്നു. പാർലമെന്റിന് പാർലമെന്റിന്റേതായ അധികാരവും രാജാവിന് രാജാവിന്റെ അധികാരം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്നു. ആ സമയത്താണ് ആദ്യം ട്യൂഡർ രാജവംശം ഭരിക്കുന്നത്. ഇപ്പൊ ട്യൂഡർ രാജവംശം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇനി ഇംഗ്ലണ്ടിന്റെ ഭാവി എന്ന് പറയുന്നത് മധ്യവർഗത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ പറയുന്നത് ട്യൂഡർ രാജവംശത്തിന്റെ കാര്യമാണേ. അവർ പറയുന്നത് അവർ കൃത്യമായി മനസ്സിലാക്കി ഭാവി ഇംഗ്ലണ്ട് മധ്യവർഗത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഇംഗ്ലണ്ടിന്റെ സഭ പ്യൂരിറ്റൻ സഭയായിട്ട് മാറും. പിന്നെ പാർലമെന്റിനായിരിക്കും ഇനി ഭാവിയിൽ അധികാരം കൂടുതൽ വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ട്യൂഡർ രാജവംശത്തിലെ ഭരണാധികാരികൾ വളരെ കൃത്യമായ വീക്ഷണത്തോടുകൂടി ഇംഗ്ലണ്ടിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ വിദേശ നയം പോലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അതായത് മതനവീകരണം നടന്ന ജർമ്മനിയെയാണ് ഈ ട്യൂഡർ രാജവംശത്തിലെ ഭരണാധികാരികൾ സപ്പോർട്ട് ചെയ്തത്. എന്നാൽ പൂർണ്ണമായും കത്തോലിക്ക വിശ്വാസികളായ സ്പെയിനും ഫ്രാൻസും ഉണ്ടായിരുന്നുവെങ്കിലും ട്യൂഡർ രാജവംശം സപ്പോർട്ട് ചെയ്തത് ജർമ്മനിയാണ്. അപ്പോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി, പേര് വ്യക്തമായിട്ട് കേക്ക്, ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി നാട് നീങ്ങുന്നു. എലിസബത്ത് രാജ്ഞി നാട് നീങ്ങിയതോടുകൂടി ഈ ട്യൂഡർ രാജവംശം അവസാനിച്ചു. ട്യൂഡർ രാജവംശം അവസാനിച്ചു. പിന്നെ വരുന്ന രാജവംശമാണ് ഏത്? സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാഴ്ചപ്പാട് ട്യൂഡർ രാജവംശത്തിന്റെ കാഴ്ചപ്പാടേ അല്ലായിരുന്നു. തികച്ചും വ്യത്യസ്തമാണ്. ഇംഗ്ലണ്ടിന്റെ പഴയകാല സാമൂഹിക വ്യവസ്ഥയാണ് ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതായത് ഫ്യൂഡലിസത്തെ സപ്പോർട്ട് ചെയ്യുക, കത്തോലിക്കയിലെ ആംഗ്ലിക്കൻ വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുക, പാർലമെന്റിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തിട്ട് രാജാവിനാണ് അധികാരമെന്ന് വാദിക്കുക, ജർമ്മനിയെ സപ്പോർട്ട് ചെയ്യാതെ പൂർണ്ണമായും കത്തോലിക്ക വിശ്വാസികളായ ഫ്രാൻസിനെയും സ്പെയിനിനെയും സപ്പോർട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു അവസ്ഥ ആരുടെ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നു? സ്റ്റുവർട്ട്. നേരെ വിപരീതമായിരുന്നു ട്യൂഡർ രാജവംശത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ഈ സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാവിനെ ചോദ്യം ചെയ്യും. ആര് ചോദ്യം ചെയ്യും? പാർലമെന്റ് ചോദ്യം ചെയ്യും. പാർലമെന്റ് അധികാരങ്ങൾക്ക് വേണ്ടി വാദിക്കും, ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി വാദിക്കും. അപ്പൊ രാജാവിനും പാർലമെന്റിനും ഇടയിൽ ഒരു തർക്കം ഉയർന്നു വരും. ഇംഗ്ലണ്ടിലെ യഥാർത്ഥ അധികാരി ആരാണ്? പാർലമെന്റ് ആണോ അതോ രാജാവാണോ? ഇങ്ങനെ ഈ പാർലമെന്റ് ആണോ രാജാവാണോ എന്ന തർക്കം ആരുടെ കാലത്ത് ഉയർന്നു വന്നു? സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ. അതിലെ ഒന്നാമത്തെ ഭരണാധികാരിയായിരുന്നു ജെയിംസ് ഒന്നാമൻ. അദ്ദേഹത്തിനെ തുടർന്ന് ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ് രണ്ടാമൻ. ഇത്രയും ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ജെയിംസും ചാൾസും, ജെയിംസ് ഫസ്റ്റ്, ചാൾസ് സെക്കൻഡ്, ജെയിംസ് സെക്കൻഡ്, ഇങ്ങനെയാണ് അതിന്റെ ക്രമം. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇങ്ങനെ രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് കാരണമായത്. അതിൽ ഈ വിപ്ലവത്തിന്റെ കാരണക്കാരായി നമുക്ക് പറയാൻ കഴിയുന്നത് പ്രധാനമായി രണ്ട് ഭരണാധികാരികളെയാണ്. സ്റ്റുവർട്ട് രാജവംശത്തിലെ ഒന്നാമത്തെ ഭരണാധികാരിയായ ജെയിംസ് ഒന്നാമനും തൊട്ടടുത്ത ഭരണാധികാരിയായ ചാൾസ് ഒന്നാമൻ. അപ്പോ ഇതുവരെയുള്ള കഥ കൃത്യമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കും. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ആ രാജ്യത്തെ നിങ്ങളെ മനസ്സിലോട്ട് കൊണ്ടുപോവാ. ഇംഗ്ലണ്ടിലെ സാമൂഹിക വ്യവസ്ഥയിൽ മാറ്റം വരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഫ്യൂഡൽ പ്രഭുക്കന്മാർ ആധിപത്യം കാണിച്ചിരുന്ന ഒരു കാലഘട്ടം മാറി പകരം മധ്യവർഗം ഉയർന്നു വന്നു. ക്ലിയർ ആണേ? മധ്യവർഗം. രണ്ട്, ആംഗ്ലിക്കൻ സഭ എന്ന സഭയുടെ അധികാരം പതിയെ കുറഞ്ഞുകൊണ്ട് പ്യൂരിറ്റൻ സഭ ഉയർന്നു വന്നു. രാജാവിനെ പോലെ തന്നെ പാർലമെന്റിനും കൃത്യമായി അധികാരം നിർവചിച്ചു കൊടുക്കുകയും രണ്ടുപേരും അവരുടെ അധികാരങ്ങൾ കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ രാജവംശമാണ് ട്യൂഡർ രാജവംശം. ഇനി ഡൗട്ടില്ലേ? ഇതിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു എലിസബത്ത് രാജ്ഞി. ഈ ട്യൂഡർ രാജവംശത്തിന് ഈ പറഞ്ഞ സാമൂഹിക വ്യവസ്ഥയിൽ വന്ന മാറ്റം അംഗീകരിക്കാൻ കഴിഞ്ഞു. അവർ വിശ്വസിച്ച് ഇങ്ങനെയാണ്, ഇനി ഇംഗ്ലണ്ടിന്റെ നട്ടെല്ല് മധ്യവർഗമാണ്,
ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ മതവിശ്വാസം പ്യൂരിറ്റൻ മതവിശ്വാസമായിരിക്കും. ഇനി നമ്മുടെ വിദേശ നയം ജർമ്മനിയെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പാർലമെന്റിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാഴ്ചപ്പാട് വ്യക്തമായി വച്ചു പുലർത്തിയ രാജവംശമാണ് ട്യൂഡർ രാജവംശം. ക്ലിയർ ആണ്. ഈ ട്യൂഡറിലെ എലിസബത്ത് രാജ്ഞി മരിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു? പകരം വരുന്ന രാജവംശമാണ് ഏത് രാജവംശം? സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശം എന്ത് ചെയ്തു? ഈ മാറ്റങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവർ പഴയ കാലഘട്ടത്തിലേക്ക് പോയി. അവർ ഫ്യൂഡലിസത്തെ സപ്പോർട്ട് ചെയ്തു. അവർ ആംഗ്ലിക്കൻ സഭയെ സപ്പോർട്ട് ചെയ്തു. അവർ പാർലമെന്റിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തർക്കങ്ങൾ ഉടലെടുക്കും. രാജാവിന് എതിർചേരിയിലോട്ട് പാർലമെന്റ് വരും. രാജാവിന്റെ എതിർചേരിയിലേക്ക് പ്യൂരിറ്റൻസ് വരും. ഇതിനെ തുടർന്നാണ് ഇംഗ്ലണ്ടിൽ കലാപം ഉണ്ടാവുന്നത്. ഇതിനെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഒറ്റ വരിയിൽ ഇങ്ങനെ പറയാം, ഇംഗ്ലണ്ടിലെ യഥാർത്ഥ അധികാരി പാർലമെന്റ് ആണോ രാജാവാണോ എന്നുള്ള തർക്കത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രക്ഷോഭമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റേറ്റ്മെന്റ് വൈസായി പഠിച്ചെടുക്കാം. ഓക്കെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ മറ്റു പേരുകൾ ബ്ലഡ്ലെസ് റവല്യൂഷൻ, രക്തരഹിതമായ വിപ്ലവം, ഇംഗ്ലീഷ് സിവിൽ വാർ, ഗ്ലോറിയസ് റവല്യൂഷൻ, പ്യൂരിറ്റൻ റവല്യൂഷൻ, പാലസ് റവല്യൂഷൻ, റവല്യൂഷൻ ഓഫ് 1688. ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കുക. ബ്ലഡ്ലെസ് റവല്യൂഷൻ, ഇംഗ്ലീഷ് സിവിൽ വാർ, ഗ്ലോറിയസ് റവല്യൂഷൻ, പ്യൂരിറ്റൻ റവല്യൂഷൻ, പാലസ് റവല്യൂഷൻ, റവല്യൂഷൻ ഓഫ് 1688. അതായത് രക്തരഹിത വിപ്ലവം, ഇംഗ്ലീഷ് സിവിൽ വാർ, മഹത്തായ വിപ്ലവം, പ്യൂരിറ്റൻ വിപ്ലവം, കൊട്ടാരം വിപ്ലവം, 1688 വിപ്ലവം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ക്ലിയർ ആണ്? ശരി, ഇനി നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഫ്യൂഡലിസത്തിന്റെ തകർച്ചയും മധ്യവർഗത്തിന്റെ ഉയർച്ചയും. ഓരോ വരി വായിക്കുമ്പോഴും ഞാൻ പറഞ്ഞ കഥ നിങ്ങളെ മനസ്സിൽ വരണം. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന ഭൂമി കേന്ദ്രീകൃതമായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതി അറിയപ്പെട്ടിരുന്നത് ഫ്യൂഡലിസം എന്നാണ്. ഫ്യൂഡൽ സമ്പ്രദായം തകർന്നതും അതിനെ തുടർന്ന് വന്ന മധ്യവർഗത്തിന്റെ വളർച്ചയുമാണ് മഹത്തായ വിപ്ലവത്തിന്റെ പ്രധാന കാരണം. ഫ്യൂഡൽ വ്യവസ്ഥ തകർന്നില്ലായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിലെ വിപ്ലവം പോലും നടക്കില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, തുടർന്ന് സമ്പന്നരായ ഭൂവുടമകൾ, വ്യാപാരികൾ, വിദ്യാസമ്പന്നരായ അഭിഭാഷകർ, ഡോക്ടർമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നതായിരുന്നു മധ്യവർഗം. യൂറോപ്പിലെ വിതരണം, ഗതാഗതം എന്നിവ നിയന്ത്രിച്ചിരുന്നത് മധ്യവർഗമാണ്. ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന രാജവംശങ്ങളാണ് വ്യക്തമായി പഠിക്കുക. ട്യൂഡർ രാജവംശം 1485 മുതൽ 1603 വരെയും, സ്റ്റുവർട്ട് രാജവംശം 1603 മുതൽ 1714 വരെയും. ഇതാണ് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന പ്രധാന രാജവംശങ്ങൾ. ഇതിൽ ഏതു രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണെന്ന് ഇപ്പോഴേ അങ്ങ് ഉറപ്പിച്ച് പഠിച്ചോളുക. ഏത് രാജവംശം ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുമ്പോഴാണ് മഹത്തായ വിപ്ലവം നടക്കുന്നത്? സ്റ്റുവർട്ട് രാജവംശം. അതായത് 1688 17ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത്. ഇനി ട്യൂഡർ രാജവംശത്തെ കുറിച്ച് പഠിക്കാം. ഹെൻറി 7 ഇംഗ്ലണ്ടിൽ ട്യൂഡർ രാജവംശത്തിന് തുടക്കമിടുന്നത്. ആ പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഹെൻറി 7 1485 മുതൽ 1603 വരെയാണ് ട്യൂഡർ രാജവംശത്തിന്റെ ഭരണം. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച, വീണ്ടും ആ പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച ട്യൂഡർ രാജാക്കന്മാർ പാർലമെന്റുമായി സഹകരിച്ചു ഭരണം നടത്തി. ഇംഗ്ലണ്ടിനെ ആധുനിക യുഗത്തിലേക്ക് നയിച്ച ഈ കാലഘട്ടം നവോത്ഥാനത്തിനും മതനവീകരണത്തിനും സാക്ഷ്യം വഹിച്ചു. സ്റ്റുവർട്ട് രാജവംശമാണെങ്കിലോ എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം ഭരണം നടത്തിയ രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ പ്രധാനികളായിരുന്നു ജെയിംസ് 1 ചാൾസ് 1. രാജാവിന്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന് ഇവർ ശഠിച്ചു. കൂടാതെ ഇവർ ഇംഗ്ലീഷ് പാർലമെന്റിനെ വകവയ്ക്കാതെ പാർലമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിച്ചു. ഈ രണ്ട് രാജവംശത്തിലെയും ഭരണാധികാരികളുടെ അടിത്തറ പുതുതായി ഉയർന്നു വന്ന മധ്യവർഗമായിരുന്നു. അതിപ്പോ സ്റ്റുവർട്ട് രാജവംശമായാലും ട്യൂഡർ രാജവംശമായാലും ആ രാജവംശങ്ങളുടെ അടിത്തറ മധ്യവർഗമായിരുന്നു. എന്നിരുന്നാലും സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളുമായിരുന്നു. 17ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇംഗ്ലീഷ് വിപ്ലവം നടന്നത് സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇനി ആംഗ്ലിക്കൻ സഭയും പ്യൂരിറ്റൻ സഭയും, അത് ഞാൻ പഠിപ്പിച്ചതാണ്. കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങൾ പിന്തുടർന്ന വിഭാഗക്കാരാണ് ആംഗ്ലിക്കൻ സഭ. ആംഗ്ലിക്കൻ സഭ രാജാവിനെയും ഫ്യൂഡൽ പ്രഭുക്കന്മാരെയും അനുകൂലിച്ചു. കത്തോലിക്ക സ്പെയിനിനെയും ഫ്രാൻസിനെയും പിന്തുണയ്ക്കാൻ രാജാവും ആംഗ്ലിക്കൻ സഭയും ആഗ്രഹിച്ചു. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നത്
ഫ്രാൻസിനെയും സ്പെയിനിനെയാണോ? മതനവീകരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന സ്വതന്ത്രമായ ഒരു സഭയായിരുന്നു പ്യൂരിറ്റൻ സഭ. പ്രൊട്ടസ്റ്റന്റ് പരിഷ്കർത്താവായ ജോൺ കാൽവിന്റെ ഇംഗ്ലണ്ടിലെ അനുയായികളാണ് പ്യൂരിറ്റന്മാർ എന്ന് അറിയപ്പെടുന്നത്. പ്യൂരിറ്റൻ സഭ പാർലമെന്റിനെയും മധ്യവർഗത്തെയും അനുകൂലിച്ചു. പ്രൊട്ടസ്റ്റന്റ് ജർമ്മനിയെ പിന്തുണയ്ക്കാൻ പ്യൂരിറ്റൻ സഭയും പാർലമെന്റും ആഗ്രഹിച്ചു. ഫ്യൂഡൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജാവാണോ മധ്യവർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെന്റ് ആണോ ഇംഗ്ലണ്ടിലെ പരമാധികാരി എന്ന ചോദ്യം ഉയർന്നു വന്നു. ഇതിനെ തുടർന്നാണ് ഇംഗ്ലണ്ടിൽ വിപ്ലവം ആരംഭിച്ചത്. ക്ലിയർ ആണ്? ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് കാരണം രണ്ട് വിഭാഗങ്ങളാണ്. ആ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഒന്ന്, സ്റ്റുവർട്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ രാജാവിനോടൊപ്പം നിന്ന ആളുകൾ. ആദ്യമേ മനസ്സിലാക്കിക്കൊള്ളുക, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ സ്റ്റുവർട്ട് രാജവംശമാണ് ഭരണം നടത്തുന്നത്. ആ സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാവിനോടൊപ്പം നിൽക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൽ ആരൊക്കെയാണുള്ളത്? രാജാവ്, ഫ്യൂഡൽ പ്രഭുക്കന്മാര്, ആംഗ്ലിക്കൻ സഭ. ക്ലിയർ ആണ്? രാജാവ്, ഫ്യൂഡൽ പ്രഭുക്കന്മാര്, ആംഗ്ലിക്കൻ സഭ. അടുത്ത സൈഡിൽ ആരൊക്കെയാണ്? പാർലമെന്റ്, മധ്യവർഗം, പ്യൂരിറ്റൻ സഭ. ഇങ്ങനെ ഈ രണ്ട് വിങ്ങും തമ്മിൽ നടന്ന ഒരു കലാപമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നത്. അതായത് ട്യൂഡർ രാജവംശം ഭരണം അവസാനിപ്പിച്ചിട്ട് വന്ന സ്റ്റുവർട്ട് രാജവംശം പഴയ സാമൂഹിക ക്രമം പിന്തുടർന്നിരുന്നില്ല. അതിനെ തുടർന്ന് സ്റ്റുവർട്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് അവരെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ഓപ്പോസിഷൻ സൈഡിൽ നിന്നുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത്. ചുരുക്കത്തിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിക്കാനുള്ള ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന അധ്യായത്തിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു. ഈ വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെ? രാജാവിന്റെ ദൈവിക അവകാശവാദങ്ങൾ, അതെന്താണെന്ന് നമ്മൾ ഇനി പഠിക്കും. മധ്യവർഗത്തിന്റെ ഉയർച്ച, പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഘടനകൾ തകർന്നു പോയത് ഇതിനൊരു കാരണമായി. ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജ്ഞാനോദയത്തിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ചിന്തകന്മാരുൾപ്പെടെയുള്ള ആളുകളുടെ സ്വാധീനം. ഇതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ. രാജാവിന്റെ ദൈവിക അവകാശവാദങ്ങൾ, അതെന്താണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാമേ. പിന്നെ മധ്യവർഗം ഉയർന്നു വന്നത്, പരമ്പരാഗതമായ ഘടനകൾ തകർന്നു പോയത്, ഇൻഫ്ലുവൻസ് ഓഫ് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയത്തിന്റെ സ്വാധീനം. ഇതായിരുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ പ്രധാന കാരണം. ഇനി ഒരു മിനിറ്റിൽ നമുക്ക് ചുരുക്കി ഇങ്ങനെ പഠിക്കാം. ഇംഗ്ലണ്ട് മനസ്സിൽ വിചാരിക്ക്, ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം തകർന്നു, മധ്യവർഗം ഉയർന്നു വന്നു, കത്തോലിക്ക ആംഗ്ലിക്കൻ സഭ നിലനിൽക്കുമ്പോൾ തന്നെ അവരെ ചോദ്യം ചെയ്തുകൊണ്ട് പ്യൂരിറ്റൻ സഭ ഉയർന്നു വന്നു. പാർലമെന്റിന് കൃത്യമായ അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിരുന്നു. പക്ഷേ സ്റ്റുവർട്ട് രാജാക്കന്മാർ വന്നപ്പോൾ രാജാവാണ് വലുതാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ രണ്ട് ടീമായിട്ട് മാറി. ട്യൂഡർ രാജവംശം മാറിയതിനു ശേഷം വന്ന സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രണ്ട് വിഭാഗങ്ങൾ വന്നു. രാജാവും ആംഗ്ലിക്കനും ഫ്യൂഡൽ പ്രഭുക്കന്മാരും ഉൾപ്പെടുന്ന ഒരു വിഭാഗം, പാർലമെന്റും പ്യൂരിറ്റൻ വിഭാഗവും മധ്യവർഗവും ഉൾപ്പെടുന്ന ഒരു വിഭാഗം. ഇവർക്കിടയിലുള്ള തർക്കത്തിന്റെ കാരണം എന്ത്? പാർലമെന്റിനാണോ ഇംഗ്ലണ്ടിൽ അധികാരം, അതാ രാജാവിനാണോ? ഇത് സ്റ്റുവർട്ട് രാജാക്കന്മാർക്കെതിരെയുള്ള പ്രതിഷേധമായി മാറി. ആ പ്രതിഷേധം വിപ്ലവമായി വളരുന്നു. ആ വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ക്ലിയർ ആണ്? ശരി, അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ആരൊക്കെയായിരുന്നു സ്റ്റുവർട്ട് രാജവംശത്തിലെ ഭരണാധികാരികൾ? കാണാപ്പാഠം പഠിക്കരുത്. എല്ലാ കാര്യവും ഇങ്ങനെ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ച് പഠിച്ചുകൊണ്ട് പോയി പരീക്ഷയ്ക്ക് എഴുതുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ സിമ്പിളായിട്ട്, വളരെ വളരെ സിമ്പിളായിട്ട് പഠിച്ചു നോക്കൂ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ 4 ഭരണാധികാരികളെ ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചു നോക്കൂ. ആരംഭിക്കുന്നതും ജെയിംസിൽ, അവസാനിക്കുന്നതും ജെയിംസിൽ. ക്ലിയർ ആണ്? ആരംഭിക്കുന്നതും ജെയിംസിൽ, അവസാനിക്കുന്നതും ജെയിംസിൽ. ഇതിനിടയിൽ 2 ചാൾസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ക്രമം ഇങ്ങനെയാണ്: ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ജെയിംസിൽ ആരംഭിച്ച് ജെയിംസിൽ അവസാനിക്കുന്നു. ഇതിനിടയ്ക്ക് 2 ചാൾസ് ഉണ്ട്. ഇനി ഓർഡറിലൊന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ: ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. ഇതിൽ മഹത്തായ വിപ്ലവം എന്താണെന്ന് പറയട്ടെ, ഒറ്റ വരി പറഞ്ഞുതരാം. അവസാനം ഭരിച്ചുകൊണ്ടിരുന്ന ഈ രാജാവിനെ ശ്രദ്ധിക്കുക, പേര് ശ്രദ്ധിക്കുക: ജെയിംസ് സെക്കൻഡ്. ജെയിംസ് സെക്കൻഡിനോട് പാർലമെന്റ് പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ ഭരിക്കരുത്, ഇനി നിങ്ങൾ ഇവിടെ ഭരിക്കരുത്. ആരോടാണ് പറയുന്നത്? ജെയിംസ് സെക്കൻഡിനോട്. ഞാൻ വീണ്ടും പറയുന്നു, ഇനി നിങ്ങൾ ഇവിടെ ഭരിക്കരുത് എന്ന് പാർലമെന്റ് പറയുന്നത് ആരോട്? ജെയിംസ് സെക്കൻഡിനോട്. പക്ഷെ എന്നിട്ട്
പാർലമെന്റ് ഡയറക്റ്റ് ആയിട്ട് കയറി ഭരിക്കാനോ പാർലമെന്റിന്റെ പ്രതിനിധിയോ അല്ല ഭരിക്കാൻ പറയുന്നത്. പിന്നെ ആര്? ഈ ജെയിംസ് രണ്ടിന്റെ മകള് ഭരിക്കട്ടെ എന്ന് പാർലമെന്റ് എന്ന് പറയുന്നു. മകളുടെ പേര് മേരി സെക്കൻഡ് എന്നാണ്. അങ്ങനെ ജെയിംസ് സെക്കൻഡിന്റെ മകള് ഭരിക്കട്ടെ എന്ന് പാർലമെന്റ് പറയുന്നു. മേരി സെക്കൻഡ്, അവരുടെ ഭർത്താവ് വില്യം മൂന്നാമൻ. ഇനി ജെയിംസ് സെക്കൻഡ് ഇവിടെ നിന്ന് മാറൂ, ഇംഗ്ലണ്ടിൽ നിന്ന് പോകൂ, ഭരണത്തിൽ നിന്ന് പോകൂ എന്ന് പാർലമെന്റ് പറയുന്നു. പകരം വരാൻ പറയുന്നത് അയാളുടെ മകളോടാണ്. അങ്ങനെ ജെയിംസ് സെക്കൻഡ് പോവുകയും മേരി സെക്കൻഡിന്റെ ഭർത്താവായ വില്യം മൂന്നാമനും ഇംഗ്ലണ്ടിലെ ഭരണം ഏറ്റെടുക്കുന്ന ഈ അധികാര കൈമാറ്റത്തിന്റെ പേരാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ക്ലിയർ ആണ്? അങ്ങനെയും പറയാം. അപ്പോൾ ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി സെക്കൻഡും ഭർത്താവായ വില്യം മൂന്നാമനും ജെയിംസ് രണ്ടാമനിൽ നിന്ന് അധികാരം ഏറ്റെടുക്കുന്ന ആ സംഭവത്തെയും നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അപ്പോ നമുക്ക് രാജാക്കന്മാരുടെ ക്രമം പഠിക്കാം. പൂർണ്ണമായി ശ്രദ്ധിക്ക്. എലിസബത്ത് രാജ്ഞി മരിച്ചു. 1603 പിന്നീടാണ് സ്റ്റുവർട്ട് രാജവംശം വരുന്നത്. സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാക്കന്മാരുടെ ക്രമം ഞാൻ എങ്ങനെയാ പഠിപ്പിച്ചത്? ജെയിംസിൽ ആരംഭിച്ച് ജെയിംസിൽ അവസാനിക്കുന്നു. ഇതിനിടയ്ക്ക് 2 ചാൾസ്. അപ്പൊ ഇനി എങ്ങനെ നിങ്ങൾ പറയും? ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. അങ്ങനെ ഈ ജെയിംസ് 2 ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർലമെന്റ് പറയുന്നു, നിങ്ങൾ അധികാരത്തിൽ നിന്ന് മാറൂ, പകരം നിങ്ങളുടെ മകളായ മേരി സെക്കൻഡും അവരുടെ ഭർത്താവായ വില്യം മൂന്നും അധികാരം ഏറ്റെടുക്കട്ടെ. അത് ജെയിംസ് സെക്കൻഡ് അനുസരിക്കുന്നു. ഈ അധികാര കൈമാറ്റം നടക്കുന്നത് 1688 ഇതിനെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതൊരു പിക്ചർ ആയിട്ട് പഠിച്ചെടുക്കാം. കൃത്യമായിട്ട് ഈ ഇമേജിലേക്ക് ശ്രദ്ധിച്ചേ. ഇതാ നോക്കൂ, ജെയിംസ് 1 എലിസബത്ത് രാജ്ഞി മാറിയതിനു ശേഷം അധികാരത്തിൽ വരുന്ന ആളാണ് ജെയിംസ് 1. ജെയിംസ് 1നും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും, അവരുടെ പേരൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് വരുന്നത് ചാൾസ് 1 കണ്ടോ? അധികാരത്തിൽ വരുന്നത് ആര്? ചാൾസ് 1. അപ്പൊ ആദ്യം ജെയിംസ്, പിന്നെ ചാൾസ്. ചാൾസിനും ഭാര്യയ്ക്കും 3 മക്കളാണ്. 3 മക്കളുടെ പേര്: ചാൾസിന്റെ 1ാമത്തെ മകൻ ചാൾസ് സെക്കൻഡ്, ഒരു മകളുണ്ട് മേരി, പിന്നെ ഇളയ മകൻ ജെയിംസ് സെക്കൻഡ്. ഓക്കെ, അങ്ങനെ ഈ ചാൾസ് അധികാരത്തിൽ മാറിയിട്ട് പിന്നെ ഒരു ഇടക്കാല ഗവൺമെന്റ് ഉണ്ട്. ഒളിവർ ക്രോംവെൽ എന്ന് പറയുന്ന ആളാണ് ഭരിക്കുന്നത്. ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിന് ശേഷം വരുന്ന ആളാണ് ചാൾസ് സെക്കൻഡ്. ഈ ചാൾസ് സെക്കൻഡ് അന്തരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം അന്തരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ അനിയനായ ആര് വരുന്നു? ജെയിംസ് സെക്കൻഡ്. ഈ ജെയിംസ് സെക്കൻഡിനോടാണ് പാർലമെന്റ് പറഞ്ഞത്, നിങ്ങൾ അധികാരത്തിൽ നിന്ന് മാറൂ, പകരം നിങ്ങളുടെ മകള് വരട്ടെ. മകള് ആരാണ്? മേരി സെക്കൻഡ്. ഈ മേരി സെക്കൻഡും അയാളുടെ ഭർത്താവ് വില്യം മൂന്നാമനും ജെയിംസിൽ നിന്ന് അധികാരം ഏറ്റെടുത്തു 1688. ഇതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഈ വില്യം മൂന്നാമൻ എന്ന് പറയുന്നതും അവരുടെ അടുത്ത ബന്ധുവാണ്. കാരണം ഈ ജെയിംസ് സെക്കൻഡിന്റെ സഹോദരിയാണ് മേരി. മേരിയുടെ മകനാണ് ഈ വില്യം മൂന്നാമൻ. ആദ്യത്തെ മേരി ഇവിടെ ഉള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ മേരിക്ക് മേരി സെക്കൻഡ് എന്ന പേര് കിട്ടിയത്. ഒന്നുകൂടി നമുക്ക് പഠിക്കാം. വ്യക്തമായിട്ട് ഒരു സിനിമ പോലെ മനസ്സിലാക്കുക. ആദ്യം ജെയിംസ് 1. ജെയിംസ് 1ന്റെ മകൻ ആര്? ചാൾസ് 1. ഇദ്ദേഹത്തെ തൂക്കിലേറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ ക്ലിയർ ആവും. ആ ഗ്യാപ്പിന് ശേഷം വീണ്ടും വരുന്ന ആളാണ് ചാൾസ് 2. ഈ ചാൾസിന്റെ തന്നെ മകൻ. അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിന് അനിയൻ വന്നു, ജെയിംസ് സെക്കൻഡ്. പാർലമെന്റ് പറഞ്ഞു ജെയിംസിനോട് പോകൂ, എങ്ങോട്ട് പോകൂ, ഫ്രാൻസിലേക്ക് പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, പകരം ഇദ്ദേഹത്തിന്റെ മകളായ മേരി സെക്കൻഡും മരുമകനായ വില്യം മൂന്നാമനും ഭരണം ഏറ്റെടുക്കുന്നു 1688. ഇതിനെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നമുക്ക് ഇങ്ങനെ പഠിച്ചെടുക്കാം. 1688-89 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ ജെയിംസ് 2 രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി അദ്ദേഹത്തിന്റെ പെൺമക്കളിൽ ഒരാളായ മേരി സെക്കൻഡിനെയും ഭർത്താവ് വില്യം മൂന്നാമനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിക്കാൻ കാരണമായ സംഭവങ്ങളെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. 1688-89 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ ജെയിംസ് 2 രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി അദ്ദേഹത്തിന്റെ പെൺമക്കളിൽ ഒരാളായ മേരി സെക്കൻഡിനെയും ഭർത്താവ് വില്യം മൂന്നാമനെ, പ്രിൻസ് ഓഫ് ഓറഞ്ച്, അദ്ദേഹത്തെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിക്കാൻ കാരണമായ സംഭവങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ക്ലിയർ ആണ്? ശരി, അപ്പൊ നമുക്കിനി ഓരോ രാജാക്കന്മാരായിട്ട് പഠിച്ചു പോവാം. ഒന്നുകൂടി ഇത്രയും നേരം പറഞ്ഞ കാര്യം കഥ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ട്യൂഡർ രാജവംശം എലിസബത്ത് രാജ്ഞി അന്തരിക്കുന്നത് വരെ ഇവിടെ ഭരണം നടത്തി. അവരുടെ പ്രത്യേകത എന്താണെന്നറിയായിരുന്നോ? അവര് മധ്യവർഗമാണ് ഇംഗ്ലണ്ടിന്റെ നട്ടല്ലെന്ന് തിരിച്ചറിഞ്ഞ് മധ്യവർഗത്തിനെ തന്നെ സപ്പോർട്ട് ചെയ്തവരായിരുന്നു. അതുപോലെ പ്യൂരിറ്റൻ സഭയാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ ട്യൂഡർ രാജവംശക്കാർ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിദേശ നയത്തിൽ ജർമ്മനിക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. പാർലമെന്റിനെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ അധികാരങ്ങൾ അവർക്ക് തന്നെ നൽകിക്കൊണ്ട്
ഭരണം നടത്തിയവരാണ് ട്യൂഡർ. ഇതിൽ അവസാനത്തെ ഭരണാധികാരി ആര്? എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി ഏത് വർഷം മരിച്ചു? 1603. 1603 ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ട്യൂഡർ രാജവംശത്തിന്റെ ഭരണം അവസാനിക്കുന്നു. ട്യൂഡർ രാജവംശത്തിന്റെ ഭരണം അവസാനിക്കുന്നു. ഇനിയാണ് നമ്മൾ സ്റ്റുവർട്ട് രാജവംശത്തിലേക്ക് പോകുന്നത്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പാർലമെന്റ് ആണോ വലുത്, രാജാവാണോ വലുത്? സ്റ്റുവർട്ട് രാജവംശത്തിന് ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ പറഞ്ഞുതരാം. അവർ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ സപ്പോർട്ട് ചെയ്തു. 2, അവർ പാർലമെന്റിനെ ചോദ്യം ചെയ്തു. അവർ ആംഗ്ലിക്കൻ സഭയെയാണ് പിന്തുണച്ചിരുന്നത്. ഇതിൽ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു ജെയിംസ് ഒന്നാമൻ. ആരാണ്? ജെയിംസ് ഒന്നാമൻ. ക്ലിയർ ആണോ? ജെയിംസ് ഒന്നാമനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പഠിക്കാം. ജെയിംസ് ഒന്നാമന്റെ കാലഘട്ടം 1603 മുതൽ 1625 വരെയാണ്. 1603 വരെ ആര്? വ്യക്തമായി ഞാൻ പഠിപ്പിക്കുകയാണേ, എലിസബത്ത് രാജ്ഞി. ജെയിംസ് ഒന്നാമൻ ഇദ്ദേഹം യഥാർത്ഥത്തിൽ സ്കോട്ട്ലാൻഡ് എന്ന രാജ്യത്തിലെ വ്യക്തിയാണ്. സ്കോട്ട്ലാൻഡിൽ അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് ആറാമൻ എന്നാണ്. കഥ വ്യക്തമായിട്ട് കേക്ക്. അങ്ങനെ എലിസബത്ത് രാജ്ഞി മരിച്ചപ്പോ അടുത്തൊരു അനന്തരാവകാശി ഇല്ല. അപ്പോ പാർലമെന്റ് തീരുമാനിച്ചു സ്കോട്ട്ലാൻഡിലെ ജെയിംസ് ആറാമൻ എന്ന യുവാവിനെ അവിടെ നിന്ന് ദത്തെടുത്ത് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് ജെയിംസ് ഒന്നാമനായി വാഴിച്ചുകൊണ്ട് ഇവിടെ രാജാവാക്കാം. ആരുടെ തീരുമാനമാണ്? പാർലമെന്റിന്റെ തീരുമാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയോ ഉള്ള ഒരാള്, സ്കോട്ട്ലാൻഡിലെ ഒരാള്, ജെയിംസ് ആറാമൻ. അയാൾ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല എലിസബത്ത് രാജ്ഞി മരിച്ചതിന് ശേഷം ഞാൻ രാജാവാകും. പക്ഷെ അതാണ് സംഭവിച്ചത്. എലിസബത്ത് രാജ്ഞി മരിച്ചപ്പോൾ അന്ന് രാജകുടുംബങ്ങൾ ദത്തെടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലാൻഡിലെ ജെയിംസ് ആറാമനെ അവര് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് ജെയിംസ് ഒന്നാമൻ എന്ന് പറഞ്ഞ് കിങ് ആക്കി. ആരാണ്? പാർലമെന്റ്. അദ്ദേഹം 1603 തൊട്ട് 1625 വരെ ഭരിച്ചു. കഥ വ്യക്തമായിട്ട് കേക്ക്. അപ്പൊ എല്ലാവരും വിചാരിച്ച എന്താണ്? പാർലമെന്റ് അല്ലേ ഇതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്നത്. അപ്പൊ പാർലമെന്റ് വിചാരിച്ചു ട്യൂഡർ രാജവംശത്തിനെ പോലെ തന്നെ ഇവർ ഭരിക്കും, നമ്മളോടുള്ള ബഹുമാനം ഉണ്ടാവും, പ്യൂരിറ്റൻ സഭയെ സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെയാണ് പാർലമെന്റിന്റെയും പ്യൂരിറ്റൻ വിശ്വാസികളുടെയൊക്കെ പ്രതീക്ഷ. പക്ഷേ പാർലമെന്റിന്റെയും പ്യൂരിറ്റൻ സഭയുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് ജെയിംസ് ഒന്നാമൻ ഭരണം നടത്തിയത്. കാരണം ഇദ്ദേഹം എങ്ങനെയാണ് ഇതിനെ എടുത്തതെന്ന് അറിയാമോ? നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. പാർലമെന്റ് പറയുന്നത് ഒന്നുമല്ലാത്ത നിങ്ങളെ ഇവിടെ ഭരണാധികാരിയാക്കിയത് ഞങ്ങളാണ്, പാർലമെന്റാണ്. അതുകൊണ്ട് പാർലമെന്റിന് ട്യൂഡർ രാജവംശം തന്നിരുന്ന അതേ ബഹുമാനം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കിങ് ജെയിംസ് പറയുന്നത് അതല്ല. ഒരിക്കൽ പോലും രാജാവാകുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത എന്നെ രാജാവാക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ പാർലമെന്റിന്, അത് ദൈവത്തിന്റെ ശക്തി ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ ആണ്? ദൈവത്തിന്റെ ഇംഗിതമാണ്. ആ ദൈവമാണ് എന്നെ ഇവിടെ രാജാവാക്കിയത്, പാർലമെന്റ് അല്ല. പാർലമെന്റിനെ കൊണ്ട് ദൈവം തോന്നിപ്പിച്ചതാണ്. അതായത് ഇദ്ദേഹം അന്ധമായ ദൈവവിശ്വാസത്തിലേക്കാണ് പോയത്. ആര്? ഈ ജെയിംസ് ഒന്നാമൻ. അപ്രതീക്ഷിതമായി കിട്ടിയ രാജസിംഹാസനം ദൈവത്തിന്റെ സംഭാവന പോലെയാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പാർലമെന്റിന് നേരെ വിരുദ്ധമായിട്ടായിരുന്നു, പ്യൂരിറ്റൻസിന് നേരെ വിരുദ്ധമായിട്ടായിരുന്നു. ഇദ്ദേഹം പഴയ ഫ്യൂഡലിസവും അതുപോലെ ആംഗ്ലിക്കൻ സഭയെ സപ്പോർട്ട് ചെയ്യുന്ന മനോഭാവം ആര് കാണിച്ചു? ഈ ജെയിംസ് ഒന്നാമൻ കാണിച്ചു. അപ്പോൾ അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നത് ബ്രിട്ടീഷ് സോളമൻ എന്ന പേരിലാണ്. സോളമൻ രാജാവിന്റെ സുവിശേഷങ്ങളൊക്കെ ഇല്ലേ, അദ്ദേഹം സുവിശേഷകനാണ്. സോളമന്റെ സുവിശേഷങ്ങൾ, അതുപോലെ ബ്രിട്ടീഷ് സോളമൻ എന്നറിയാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ജെയിംസ് ഒന്നാമൻ. കാരണം അന്ധമായ വിശ്വാസം. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം കൃത്യമായി ഡിഗ്രി ബുക്കിൽ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. ദ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഇമ്പോർട്ടന്റ് ആണ്. ദ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ് എന്ന ഗ്രന്ഥം ആരുടേതാണ്? ജെയിംസ് ഒന്നാമൻ. അദ്ദേഹം അതിനകത്ത് എന്താണ് പറയുന്നത്? രാജാവിന്റെ അധികാരം ദൈവിക അധികാരമാണ്, അതായത് ദൈവം തന്നതാണ്. ദൈവത്തിനാണ് പ്രാധാന്യം, പാർലമെന്റിനല്ല. സോ ദൈവം കഴിഞ്ഞിട്ടേ എനിക്ക് പാർലമെന്റ് ഉള്ളൂ. അങ്ങനെ ഈ ജെയിംസ് ഒന്നാമൻ അധികാരത്തിൽ വന്ന് ഈ ഒരു രീതിയിൽ ഭരണം നടത്തി. അപ്പോൾ തന്നെ പ്യൂരിറ്റൻ വിഭാഗത്തിന് മനസ്സിലായി ഈ പോക്ക് ശരിയല്ല, നമുക്കെതിരായിട്ടായിരിക്കും ഇത് വരാൻ പോകുന്നത്. അങ്ങനെ പ്യൂരിറ്റൻസ് എല്ലാം കൂടി ഒരു നിവേദനം കൊടുത്തു. അതറിയപ്പെടുന്നത് മില്ലേനിയറി പെറ്റീഷൻ എന്ന പേരിലാണ്. എന്താണ് മില്ലേനിയറി പെറ്റീഷൻ? മില്ലേനിയറി പെറ്റീഷൻ പ്യൂരിറ്റൻസിന്റെ ആവശ്യങ്ങളും അവരുടെ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പെറ്റീഷൻ ആയിരുന്നു. രാജാവ് വായിച്ചിട്ട് ട്യൂഡർ രാജവംശത്തിനെ പോലെ ഒരു ഭരണത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവർ ഇത് സമർപ്പിക്കുന്നത്. പക്ഷെ രാജാവ് ഇത് വായിച്ചിട്ട് കൊടുത്ത മറുപടി വളരെ സിമ്പിൾ ആയിട്ട് മറുപടി കൊടുത്തു. നോ ബിഷപ്പ് നോ കിങ്. ബിഷപ്പ് ഇല്ലാതെ രാജാവില്ല. അദ്ദേഹം പറയുന്നത് ബിഷപ്പാണ് വലുത്, മതത്തിനാണ് പ്രാധാന്യം, ദൈവത്തിനാണ് പ്രാധാന്യം എന്നുള്ള രീതിയിലേക്ക് ജെയിംസ് ഒന്നാമൻ ഇംഗ്ലണ്ടിനെ കൊണ്ടുപോകുന്നു. വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ഇംഗ്ലണ്ടിനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ആര് ശ്രമിക്കുന്നത്? ഈ ജെയിംസ് ഒന്നാമൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന പേരിൽ വിശേഷണം സമ്പാദിച്ചെടുത്തു. ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത്
ജെയിംസ് ഒന്നാമനാണ്. 1625 അദ്ദേഹം നാട് നീങ്ങി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ക്രൈസിസ് അവിടെ ഉദയം ചെയ്യുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് കിങ്ങിനാണ് അധികാരം, അതുപോലെ പാർലമെന്റിനല്ല അധികാരം, ബിഷപ്പ് മതത്തിനാണ് അധികാരം വരുന്നത്, നോ ബിഷപ്പ് നോ കിങ്. പിന്നെ ഫ്യൂഡലിസത്തെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തു. ആംഗ്ലിക്കൻ സഭയാണ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് സ്പെയിനിനെയും ഫ്രാൻസിനെയാണ്. അവർ കത്തോലിക്ക വിശ്വാസികളാണ്. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആരാണ്? പാർലമെന്റ്, പ്യൂരിറ്റൻ സഭ, മധ്യവർഗം. ഈ ഒരു ക്രൈസിസ് ഉദയം ചെയ്യുന്നത് ജെയിംസ് ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. പക്ഷെ വലിയ വിപ്ലവമൊന്നും നടക്കാതെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടം അങ്ങ് അവസാനിക്കുന്നു. പക്ഷെ പ്രശ്നങ്ങൾ ഏറ്റവും പാരമ്യത്തിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ജെയിംസ് ഒന്നാമനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചെടുക്കാം. 1603 മുതൽ 1625 വരെയാണ് ജെയിംസ് ഒന്നാമൻ. വ്യക്തമായി മനസ്സിലാക്കുക, ജെയിംസ് ഒന്നാമന് മുമ്പ് ആരായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്? എലിസബത്ത് രാജ്ഞി. എലിസബത്ത് രാജ്ഞി ട്യൂഡർ രാജവംശമായിരുന്നു. അവരുടെ ഭരണശേഷം എവിടെയോ കിടന്ന, മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്, എവിടെയോ കിടന്ന ജെയിംസ് ആറാമനെ സ്കോട്ട്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന് പാർലമെന്റ് ഇവിടെ രാജാവാക്കി ട്യൂഡർ രാജവംശം ഭരിച്ചതുപോലെ നവീകരണത്തിലൂടെയും നവോത്ഥാനത്തിലൂടെയും മുമ്പോട്ട് പോകുന്ന പ്രതീക്ഷിച്ച സ്ഥലത്ത് ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ ബ്രിട്ടീഷ് സോളമനെ പോലെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകം ദ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ്. അദ്ദേഹം പറഞ്ഞത്, ദൈവമാണ് എനിക്ക് ഇതെല്ലാം കൊടുക്കുന്നത്. രാജാവിന്റെ ദൈവിക അധികാരം, രാജാവിന്റെ ദൈവിക അധികാരം. ഇമ്പോർട്ടന്റ് ആ പോയിന്റ് ശ്രദ്ധിക്കുക. മിലനറി പെറ്റീഷനൊക്കെ അദ്ദേഹം സ്വീകരിച്ചു പോലില്ല. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നോ ബിഷപ്പ് നോ കിങ്. ബിഷപ്പ് ഇല്ലാതെ രാജാവില്ല, മതത്തിനാണ് പ്രാധാന്യം. ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നു. 1625 നാട് നീങ്ങി. അപ്പോൾ വ്യക്തമായി ഒരു തവണ റിവിഷൻ ചെയ്യാം. എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം അധികാരം സ്റ്റുവർട്ട് രാജവംശത്തിന് ലഭിച്ചു. ക്ലിയർ ആണേ. 1603 രാജ്ഞിയുടെ മരണത്തോടുകൂടി സ്കോട്ട്ലൻഡിലെ ജെയിംസ് ആറാമൻ ഇംഗ്ലണ്ടിൽ ജെയിംസ് ഒന്നാമൻ എന്ന പേരിൽ രാജാവായി. അതോടൊപ്പം ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് ഒറ്റ രാജ്യമായി തീർന്നു. അദ്ദേഹം രാജാവ് എന്നതിനേക്കാൾ ഉപരി ഒരു തത്വചിന്തകനായിരുന്നു. ബ്രിട്ടീഷ് സോളമൻ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു. ജെയിംസ് തന്റെ പുസ്തകം ദ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ് എന്ന ഗ്രന്ഥത്തിൽ രാജാക്കന്മാരുടെ ദൈവികമായ അധികാരത്തെക്കുറിച്ച് പരാമർശിച്ചു. ജെയിംസ് ഇംഗ്ലണ്ടിൽ ഭരണം ആരംഭിച്ചപ്പോൾ തന്നെ പ്യൂരിറ്റന്മാർ അദ്ദേഹത്തിന് ഒരു നിവേദനം നൽകി. അതാണ് മില്ലേനിയറി പെറ്റീഷൻ എന്നറിയപ്പെടുന്നത്. മില്ലേനിയറി പെറ്റീഷൻ. അതിൽ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? നോ ബിഷപ്പ് നോ കിങ്. തുടർന്ന് പ്യൂരിറ്റന്മാരെ ഇംഗ്ലണ്ടിൽ നിന്നും പുറത്താക്കി. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. 1625 ജെയിംസ് ഒന്നാമൻ നാട് നീങ്ങി. നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, ഒരു ജെയിംസിൽ ആരംഭിച്ച് ഒരു ജെയിംസിൽ അവസാനിക്കും. ഇതിനിടയിൽ 2 ചാൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്തത് ജെയിംസ് ഒന്നാമൻ മാത്രം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ് രണ്ടാമൻ. ഈ അവസാനത്തെ ജെയിംസ് രണ്ടാമന്റെ മകളായ മേരിയും വില്യവും അധികാരം ഏറ്റെടുക്കുന്നതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. നമുക്ക് ഇനി അതിലോട്ടാണ് എത്താനുള്ളത്. അപ്പൊ ഇനി അടുത്ത പഠിക്കാനുള്ളത് ആര്? ചാൾസ് ഒന്നാമൻ. ആരാണ്? ചാൾസ് ഒന്നാമൻ. തന്റെ പിതാവായ ജെയിംസ് ഒന്നാമൻ നാട് നീങ്ങിയപ്പോൾ വെറും 20ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരിയായ വ്യക്തിയാണ് ചാൾസ് ഒന്നാമൻ. 1625 മുതൽ 1649 വരെ ഭരിച്ച 2ാമത്തെ രാജാവിന്റെ പേര് ചാൾസ് ഒന്നാമൻ. ചാൾസ് ഒന്നാമൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്റെ പിതാവിനെ പോലെ തന്നെയാണ് രാജാവിന്റെ ദൈവിക ശക്തിയിൽ വിശ്വസിച്ചു. അതായത് ദൈവമായിട്ടാണ് നമുക്ക് ഈ സിംഹാസനം തന്നത്, ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. അതേ ഒരു പോളിസി തന്നെ ഇദ്ദേഹം പിന്തുടർന്നു. ആര്? ചാൾസ്. പക്ഷെ ജെയിംസിന്റെ കാലഘട്ടം പോലെ അല്ല ചാൾസ് ഒന്നാമന്റെ കാലഘട്ടം. അപ്പോൾ പാർലമെന്റിനോടൊപ്പം നിന്ന മറ്റു വിഭാഗങ്ങളെല്ലാം ശക്തി ആർജിച്ച് ചാൾസ് ഒന്നാമനെതിരെ ഫൈറ്റ് ചെയ്തു. കുറച്ചും കൂടെ ഫൈറ്റ് നടക്കുന്നത് ചാൾസ് ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. ആദ്യം തന്നെ ചാൾസും പ്യൂരിറ്റൻ സഭയുമായിട്ട് തെറ്റിപ്പിരിക്കുകയും അവർ തമ്മിൽ പ്രശ്നങ്ങൾ വളരെ വഷളാവുകയും ചെയ്തു. അങ്ങനെ 1625 ചാൾസ് പാർലമെന്റിനെ പിരിച്ചുവിട്ടു. 1625 ചാൾസ് പാർലമെന്റിനെ പിരിച്ചുവിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലണ്ടിൽ രാജാവിനും പാർലമെന്റിനും അധികാരങ്ങളുണ്ട്. പാർലമെന്റിന്റെ അധികാരത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇവർക്ക് മുമ്പുള്ള ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്നത്. പക്ഷെ പെട്ടെന്ന് 1625 ആയപ്പോ ഈ ചാൾസ് പാർലമെന്റിനെ അങ്ങ് പിരിച്ചുവിടുകയാണ്. പാർലമെന്റിന്റെ അനുവാദം ഇല്ലാതെ ഇംഗ്ലണ്ടിൽ ടാക്സ് ഒന്നും പിരിക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും പാർലമെന്റിനെ പിരിച്ചുവിട്ടിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം നാട്ടിൽ നികുതി ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. ആര്? ചാൾസ് ഒന്നാമൻ. ഫണ്ട് വരണ്ടേ, യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പൊ ഫണ്ട് കിട്ടാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം നികുതി പിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെ നികുതി പിരിച്ചൂടെ രാജാവിന്? ഇല്ല. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ നികുതി പിരിക്കാൻ പറ്റൂ. പക്ഷെ പാർലമെന്റിനെ പിരിച്ചുവിട്ടിട്ട് അന്യായമായ നികുതികൾ ഏർപ്പെടുത്തുകയാണ് ചാൾസ് ഒന്നാമൻ. അന്യായമായ നികുതികൾ ഏർപ്പെടുത്തി. അങ്ങനത്തെ 2 നികുതികളാണ് ടണ്ണേജും പൗണ്ടേജും. പേര് ശ്രദ്ധിക്കുക, ടണ്ണേജ് പൗണ്ടേജ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ടണ്ണേജ് പൗണ്ടേജ്. അപ്പൊ ടണ്ണേജ് പൗണ്ടേജ് നികുതികൾ ഏർപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമൻ ടണ്ണേജ് പൗണ്ടേജ് നികുതികൾ ഏർപ്പെടുത്തി. പക്ഷേ ഈ നികുതികൾ കൊടുക്കാൻ ഇംഗ്ലണ്ടിലെ ജനവിഭാഗത്തിൽ ചിലർ തയ്യാറായില്ല. അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നുണ്ടായ കേസാണ് ഡനാൽ ഓർ 5 നൈറ്റ് കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡനാൽ കേസ് ഓർ 5 നൈറ്റ് കേസ്. 5 നൈറ്റ്സ് കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടണ്ണേജ് പൗണ്ടേജ് നികുതികൾ
ഏർപ്പെടുത്തി. അത് അടയ്ക്കാത്തവർക്കെതിരെ എടുത്ത കേസാണ് 5 നൈറ്റ് കേസ് അല്ലെങ്കിൽ ഡനാൽസ് കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ വളരെ അരാജകത്വം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ചാൾസ് ഒന്നാമന്റെ കാലഘട്ടം. ഈ അരാജകത്വം തുടർന്നു പോകുന്ന അവസരത്തിൽ വീണ്ടും സ്പെയിനുമായിട്ട് യുദ്ധം വന്നു. അപ്പോൾ രാജാവിന് പണത്തിന് ആവശ്യം വന്നു. ടാക്സ് പിരിക്കണമെങ്കിൽ പാർലമെന്റിന് അനുവാദം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മുമ്പത്തെ പോലെ വീണ്ടും പ്രശ്നമാവും. അങ്ങനെ ഇയാള് മനസ്സോടെ പാർലമെന്റ് വിളിച്ചു ചേർത്തു. ആ പാർലമെന്റ് പറഞ്ഞു, ഞങ്ങൾക്കും ചില അവകാശങ്ങൾ പറയാനുണ്ട്. ആ അവകാശ ഹർജി ഞങ്ങൾ സമർപ്പിക്കും. അതിൽ രാജാവ് ഒപ്പിടണം. അങ്ങനെ ഒപ്പിട്ടാൽ മാത്രമേ രാജാവ് പറയുന്ന കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ രാജാവിന് വേറെ ഓപ്ഷൻ ഇല്ലാതായി. രാജാവ് ഒപ്പിട്ടു. ആര് കൊടുത്ത നിവേദനത്തിൽ? പാർലമെന്റ്. ആ നിവേദനം അറിയപ്പെടുന്നത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ്. ഈ വർഷം എഴുതി പഠിച്ചോളെ, 1628 ജൂൺ മാസം 7-ാം തീയതി, 1628 ജൂൺ 7, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. പേരൊന്ന് മനസ്സിൽ പറഞ്ഞേ, പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ട ഇംഗ്ലണ്ടിലെ രാജാവാരാണ്? ചാൾസ് ഒന്നാമൻ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പിട്ട ഇംഗ്ലണ്ടിലെ രാജാവാരാണ്? ചാൾസ് ഒന്നാമൻ. എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്? അതായത് ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന അരാജകത്വ സമൂഹം നേരിട്ട പ്രതിസന്ധികൾ തന്നെയാണ്. ആ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്. അതിനകത്ത് പാർലമെന്റ് എഴുതിയിരുന്നത് നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, പാർലമെന്റിനോട് ആലോചിക്കാതെ നികുതികൾ ഏർപ്പെടുത്തരുത്. ആളുകളെ അന്യായമായി കസ്റ്റഡിയിൽ എടുക്കരുത്. പട്ടാളത്തിന് അനിയന്ത്രിതമായ അധികാരം കൊടുക്കരുത്. പട്ടാളത്തിന്റെ മേൽ രാജാവിന്റെ അനാവശ്യമായ ഇടപെടലുകൾ പാടില്ല. അതായത് ഇപ്പൊ എന്താണോ ഇഷ്യൂ, ആ ഇഷ്യൂവിനുള്ള സൊല്യൂഷൻസ് ആണ് പെറ്റീഷൻ ഓഫ് റൈറ്റിലുള്ളത്. അപ്പൊ നിങ്ങളത് കാണാപ്പാഠം പഠിക്കരുത്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. നമ്മളിപ്പോ പഠിച്ചോണ്ടതോ മനസ്സിലായില്ലേ? അനാവശ്യമായ നികുതി, അനാവശ്യമായ അറസ്റ്റ്, പട്ടാളത്തിന്റെ അധികാരം, പട്ടാളത്തിന് മേൽ രാജാവിന്റെ ഇടപെടൽ, ഇതൊക്കെ ഒഴിവാക്കാനാണ് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്. അപ്പോൾ പെറ്റീഷൻ ഓഫ് റൈറ്റിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അന്യായമായി നികുതി പിരിക്കരുത്. 2, അനാവശ്യമായി പട്ടാളത്തെ ഉപയോഗിക്കരുത്. അനാവശ്യം അറസ്റ്റ് ചെയ്യരുത്. മിലിറ്ററിയിൽ അനാവശ്യമായി രാജാവ് ഇടപെടരുത്. ഇതായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്. പക്ഷേ ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ് ഇദ്ദേഹം ഒപ്പിട്ടു. മനസ്സോടെ ഒപ്പിടുന്നത് ചാൾസ്. എന്നിട്ട് തൊട്ടടുത്ത വർഷം മുതൽ ഇതിൽ പറഞ്ഞ ഒരു വ്യവസ്ഥയും ഇദ്ദേഹം പാലിക്കുന്നില്ല. അപ്പോൾ പാർലമെന്റ് ഇത് ചോദ്യം ചെയ്തു. പാർലമെന്റ് പറഞ്ഞു ഇത് തെറ്റാണ്. 1628 ഒപ്പിട്ട പെറ്റീഷൻ ഓഫ് റൈറ്റിൽ പോലെ റൈറ്റിന് അനുസരിച്ചല്ല നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇദ്ദേഹം 1629 പാർലമെന്റ് പിരിച്ചുവിട്ടു. ആര്? ചാൾസ് ഒന്നാമൻ. അപ്പൊ ചാൾസ് ഒന്നാമന്റെ ആദ്യത്തെ ഒരു കാലഘട്ടം നമുക്ക് ഇതുവരെ മനസ്സിലാക്കാം. അതായത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു. ആര്? ജെയിംസ് ഒന്നാമൻ. ഇദ്ദേഹം അധികാരത്തിൽ വന്നു വെറും 20-ാമത്തെ വയസ്സിൽ. അച്ഛന്റെ അതേ പകർപ്പും അതേ സ്വഭാവവും. പ്യൂരിറ്റൻ സഭയായിട്ട് പ്രശ്നങ്ങളായി. അധികാരം കിട്ടിയപ്പോൾ തന്നെ പാർലമെന്റ് പിരിച്ചുവിട്ടു. തോന്നിയതുപോലെ നികുതി ഏർപ്പെടുത്തി. അതിന്റെ 2 ഉദാഹരണമാണ് ടണ്ണേജ്, പൗണ്ടേജ് നികുതി. അത് അടയ്ക്കാത്ത ആളുകൾ അറസ്റ്റ് ചെയ്തു. അതാണ് ഡാനൽസ് കേസ് അല്ലെങ്കിൽ 5 നൈറ്റ് കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീണ്ടും സ്പെയിനുമായിട്ട് യുദ്ധം വന്നപ്പം പാർലമെന്റിനെ വിളിച്ചു ചേർക്കുകയും പാർലമെന്റ് ഇത് മുതലെടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഹർജിയിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. അതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ അത് പാലിക്കാൻ രാജാവ് തയ്യാറായില്ല. അദ്ദേഹം പാർലമെന്റിനെ പിരിച്ചുവിട്ടു 1629. 1629 മുതൽ 1640 വരെ ഈ പാർലമെന്റ് ഇല്ലായിരുന്നു. ഇത് ഇറ ഓഫ് ടൈറനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇറ ഓഫ് ടൈറനി എന്നറിയപ്പെടുന്നത് പാർലമെന്റ് ഇല്ലാത്ത കാലഘട്ടം 1629, 1640. ആ സമയത്ത് നാട്ടുകാരിൽ നിന്ന് അദ്ദേഹം പിരിച്ച അന്യായമായ നികുതിയുടെ പേരാണ് ഷിപ്പ് മണി. എന്താണ്? ഷിപ്പ് മണി. ആ സമയത്ത് അദ്ദേഹം നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത അന്യായമായ നികുതിയാണ് ഷിപ്പ് മണി. ഇതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടം. നമുക്ക് അതൊന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ, നോക്കൂ, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് പഠിക്കൂ. 1625 20-ാമത്തെ വയസ്സിൽ ചാൾസ് ഒന്നാമൻ രാജാവായി. കഥ പോലെ പഠിക്കുക. രാജാവിന്റെ ദൈവിക ശക്തിയിൽ വിശ്വസിച്ച ഇദ്ദേഹം പ്യൂരിറ്റൻ വിശ്വാസത്തിന് മേൽ ആംഗ്ലിക്കൻ വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അറിയാലോ, അദ്ദേഹത്തിന്റെ കാലത്ത് രാജാവും സഭയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളായി. ചാൾസിന്റെ പ്രഥമ പാർലമെന്റ് 1625 കൂടി രാജാവിന് സ്പെയിനുമായി യുദ്ധം ചെയ്യുന്നതിന് ധാരാളം പണം ആവശ്യമായിരുന്നു. പാർലമെന്റ് ഒരു വർഷത്തേക്കുള്ള നികുതി നിർദ്ദേശങ്ങൾ മാത്രമേ അംഗീകരിച്ചുള്ളൂ. കുപിതനായ ചാൾസ് പാർലമെന്റ് പിരിച്ചുവിട്ടു. പിന്നെ ആദ്യ കാലഘട്ടത്തിൽ ഈ സ്റ്റുവർട്ട് രാജവംശം സ്പെയിനെ സപ്പോർട്ട് ചെയ്തവരാണ്. പക്ഷെ പിന്നീട് സ്പെയിനുമായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് സ്പെയിനുമായിട്ട് യുദ്ധം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ തോന്നും സ്പെയിനിനെയും ഫ്രാൻസിനെയും അവർ അംഗീകരിച്ചിരുന്നില്ലേ എന്ന്. അംഗീകരിച്ചിരുന്നു. സ്പെയിനുമായിട്ട് അടുത്ത ബന്ധുത്വം സ്ഥാപിക്കാൻ പോലും അവർ ശ്രമിച്ചിരുന്നുവെങ്കിലും പക്ഷെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന സ്പ്ലിറ്റാണ് സ്പെയിനുമായിട്ടുള്ള യുദ്ധത്തിന് കാരണം. നമുക്ക് അതിലോട്ട് പോകേണ്ട കാര്യമില്ല കേട്ടോ, അതുകൊണ്ട് പറഞ്ഞാണ്. രാജാവ് അന്യായമായ നികുതികൾ ചുമത്തി പണമുണ്ടാക്കി. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി പാർലമെന്റിന് അനുവാദമില്ലാതെ ടണ്ണേജ്, പൗണ്ടേജ് എന്നീ നികുതികൾ പ്രഖ്യാപിച്ചു. നികുതി കൊടുക്കാത്തവരെ അറസ്റ്റ് ചെയ്യുകയും മറ്റു ശിക്ഷകൾ നൽകുകയും ചെയ്തു. ഇങ്ങനെ ഉണ്ടായ കേസാണ് ഡാനൽസ് കേസ് അഥവാ 5 നൈറ്റ് കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുവരെ മനസ്സിലായേ? അടുത്തത്
പെറ്റീഷൻ ഓഫ് റൈറ്റ്. എഴുതി പഠിക്കുക. പെറ്റീഷൻ ഓഫ് റൈറ്റ്, പെറ്റീഷൻ ഓഫ് റൈറ്റ്. സ്പെയിനുമായുള്ള യുദ്ധത്തിന് പണം കണ്ടെത്തുവാൻ ചാൾസ് ഒന്നാമൻ പാർലമെന്റിന്റെ സഹായം തേടി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് രാജാവിനെ വിലക്കിക്കൊണ്ട് പാർലമെന്റ് രാജാവിനെ കൊണ്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെപ്പിച്ചു. ഏത് രാജാവ്? ചാൾസ് ഒന്നാമൻ. പകുതി മനസ്സോടെയാണ് രാജാവ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് 1628 ജൂൺ 7. അധികാരങ്ങളെയും നിയമങ്ങളെയും വേർതിരിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു ഇത്. അധികാരം രാജാവിൽ നിന്ന് പാർലമെന്റിലേക്ക് മാറ്റുന്നതിന്റെ ആദ്യ പടിയായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്. പെറ്റീഷൻ ഓഫ് റൈറ്റിലെ പ്രസ്താവിക്കുന്ന പ്രധാന ആശയങ്ങൾ: ഒന്ന്, പാർലമെന്റിന്റെ അനുമതിയില്ലാതെ നികുതി ചുമത്താൻ പാടില്ല. അന്യായമായി ജനങ്ങളെ തടവിലാക്കാൻ പാടില്ല. സമാധാന കാലത്ത് ഒരു സൈനിക നിയമവും ഉപയോഗിക്കാൻ പാടില്ല. സൈനിക വിഷയങ്ങളിൽ രാജാവിന്റെ അധിക ഇടപെടലുകൾ പാടില്ല. ഇതായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റിലെ പ്രധാന ആശയങ്ങൾ. പക്ഷെ എന്ത് സംഭവിച്ചു? എന്നാൽ രാജാവ് അനാവശ്യ നികുതികൾ പിരിക്കുകയും പാർലമെന്റ് സമ്മേളനം നിർത്തിവെക്കുകയും ചെയ്തു. ഇതേ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് 1629 ചാൾസ് പാർലമെന്റ് പിരിച്ചുവിട്ടു. 11 വർഷക്കാലം സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഭരണം നടത്തി, പാർലമെന്റ് ഇല്ലാതെ. ഈ ഒരു കാലഘട്ടം ഇറ ഓഫ് ടിറണി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഏർപ്പെടുത്തിയ നികുതിയുടെ പേരാണ് ഷിപ്പ് മണി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 1640-ലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 1640-ലാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിന് വീണ്ടും പണത്തിന്റെ ആവശ്യം വന്നു. എപ്പോഴും പണത്തിന്റെ ആവശ്യം വരുമ്പോഴാണ് ഈ പാർലമെന്റിനെ വിളിച്ചു ചേർക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ആദ്യം പാർലമെന്റിനെ വിളിച്ചു ചേർത്തു. 1640 ഏപ്രിലാണ് പാർലമെന്റിനെ വിളിച്ചു ചേർക്കുന്നത്. ഈ 1640 ഏപ്രിൽ വിളിച്ചു ചേർത്തപ്പം ആ പാർലമെന്റ് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഷോർട്ട് പാർലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഷോർട്ട് പാർലമെന്റ്. വീണ്ടും അദ്ദേഹം പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നു. അത് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നു. ആ പാർലമെന്റ് 20 വർഷക്കാലം ഉണ്ടായിരുന്നു. എത്ര വർഷക്കാലം? 20 വർഷക്കാലം ഉണ്ടായിരുന്നു. ഇതിനെയാണ് ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം 3 തവണ പറയും, മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ്. ലോങ് പാർലമെന്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് പാർലമെന്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് പാർലമെന്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരുടെ കാലത്ത്? ചാൾസ് ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. 1640 വന്ന പാർലമെന്റ് തൊട്ടടുത്ത വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് പാസ്സാക്കി. അതിന്റെ പേര് ട്രൈനിയൽ ആക്ട് എന്നാണ്. എന്താണ് ട്രൈനിയൽ ആക്ട്? മലയാളത്തിൽ ത്രിവത്സര നിയമം എന്ന് പറയും. പാർലമെന്റ് ഇദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവെപ്പിച്ച ഒരു നിയമമാണ് ട്രൈനിയൽ ആക്ട്. അതിനകത്ത് പറയുന്നത് 3 വർഷം കൂടുമ്പോൾ പാർലമെന്റ് സമ്മേളിക്കണം. അത് 50 ദിവസം നിലനിൽക്കുന്ന സമ്മേളനമായിരിക്കണം. ഇത് അദ്ദേഹം സമ്മതിച്ച് ഒപ്പിട്ടു 1641. അതാണ് ട്രൈനിയൽ ആക്ട് എന്ന് പറയുന്നത്. അങ്ങനെ രാജാവിന് ഈ പാർലമെന്റ് പതുക്കെ തന്റെ അധികാരം പിടിച്ചെടുക്കുന്നതായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? പതിയെ ഒരു സൈനിക വിഭാഗത്തെ അയാൾ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. പുറത്തുള്ള ആളുകളോട് യുദ്ധം ചെയ്യാനല്ല, കഥ കേൾക്കണേ. ഇന്റേണലായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ശത്രു വിഭാഗത്തെ തകർക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇദ്ദേഹം മിലിറ്ററി ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ പാർലമെന്റിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടു. രാജാവ് എന്തിനാണ് ഈ മിലിറ്ററി കൊണ്ടുവരുന്നത്? ഇന്ത്യയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ മിലിറ്ററിയെ കൊണ്ടുവരേണ്ട അധികാരം എന്താണ്? മിലിറ്ററിയിൽ അനാവശ്യം ഇടപെടേണ്ടതാണ്. മുമ്പ് പെറ്റീഷൻ ഓഫ് റൈറ്റിൽ അദ്ദേഹം ഒപ്പിട്ടതാണ്, അംഗീകരിച്ചതാണ്. ഇനിയും അദ്ദേഹം മിലിറ്ററിയെ കൊണ്ടുവന്ന് ഇന്ത്യയിലായിട്ടുള്ള ആളുകളെ തന്നെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നു. പാർലമെന്റ് അത് ചർച്ച വന്നു. പാർലമെന്റ് അത് ചർച്ച വന്നപ്പോൾ ഇത് പിന്നെ ഒരു ആഭ്യന്തര വിപ്ലവമായിട്ട് മാറി. ഇതാണ് ഇംഗ്ലീഷ് സിവിൽ വാർ എന്നറിയപ്പെടുന്നത്. 1642 മുതൽ 1601 വരെയാണ് ഇംഗ്ലീഷ് സിവിൽ വാറിന്റെ കാലഘട്ടം. 1642 മുതൽ 1651 വരെയാണ് ഇംഗ്ലീഷ് സിവിൽ വാറിന്റെ കാലഘട്ടം. ഇതിനിടയിൽ ഇദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നുണ്ട്. 1649 രാജാവായിരുന്ന ചാൾസ് ഒന്നാമൻ 1649 തൂക്കിലേറ്റപ്പെടുന്നുണ്ട്. എങ്കിലും കലാപം പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന 1651-ലാണ്. 1651-ലാണ്. ഇതിനെ ഇംഗ്ലീഷ് സിവിൽ വാർ എന്നറിയപ്പെടുന്നു. 1642 1651. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് പാർലമെന്റിൽ ഈ രാജാവ് അനുകൂലികളും പാർലമെന്റ് അനുകൂലികളും തമ്മിൽ ഒരു തർക്കം ഉണ്ടായി. അപ്പോ രാജാവിനെ അനുകൂലിച്ചിരുന്നവർ കവിലിയേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അനുകൂലികളാണ് റൗണ്ട് ഹെഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കവിലിയേഴ്സ് എന്നറിയപ്പെട്ടിരുന്നത് രാജാവും രാജാവിന്റെ പിന്തുണക്കാരുമാണ്. അങ്ങനെ പാർലമെന്റ് തീരുമാനിച്ചു, രാജാവ് അങ്ങനെ ആർമി കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ എന്തിനാ വിട്ടു നിൽക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ആർമി തുടങ്ങാം. അങ്ങനെ പാർലമെന്റ് ഒരു ആർമി തുടങ്ങി. അതിന്റെ പേരാണ് ന്യൂ മോഡൽ ആർമി. പാർലമെന്റ് തുടങ്ങിയ ആർമിയുടെ പേരെന്താണ്? ന്യൂ മോഡൽ ആർമി. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഒളിവർ ക്രോംവെൽ. പേര് തെറ്റിക്കല്ലേ, ഒളിവർ ക്രോംവെൽ നേതൃത്വം കൊടുത്ത ആർമിയുടെ പേര് ന്യൂ മോഡൽ ആർമി. അങ്ങനെ പാർലമെന്റിന്റെ ന്യൂ മോഡൽ ആർമിയും രാജാവിന്റെ സൈന്യവും തമ്മിൽ യുദ്ധം നടക്കുകയും ഈ യുദ്ധത്തിന്റെ അവസാന രാജാവിനെ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നു. 1649 ജാനുവരി 30 അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു. 1649 ജാനുവരി 30 ആരെ? ചാൾസ് ഒന്നാമനെ തൂക്കിക്കൊല്ലുന്നു. ആരെ തൂക്കിക്കൊല്ലുന്നു? ചാൾസ് ഒന്നാമനെ തൂക്കിക്കൊല്ലുന്നു. ഓക്കെ, ഇതിനിടയ്ക്ക് നടന്ന വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് പ്രൈഡ്സ് പർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് പ്രൈഡ്സ് പർജ്? പ്രൈഡ് എന്ന് പറയുന്ന പാർലമെന്റിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ വരുന്ന വ്യക്തി
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാജാവ് അനുകൂലികളെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ മുന്നേറ്റമാണ് പ്രൈഡ്സ് പർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് പാർലമെന്റ് സഭയിലേക്ക് വരുന്ന രാജാവ് അനുകൂലികളെ ബന്ധനസ്ഥരാക്കി ചിലരെ വധിച്ചുകൊണ്ട് പാർലമെന്റിനെ രാജാവ് അനുകൂലികളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, രാജാവ് അനുകൂലികളെ പാർലമെന്റിൽ നിന്ന് ഒഴിവാക്കി ശുദ്ധീകരിക്കാൻ വേണ്ടി പ്രൈഡ് നടത്തിയ സംഭവമാണ് പ്രൈഡ്സ് പർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പ്രൈഡ്സ് പർജ് എന്ന് പറയുന്ന സംഭവം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. പ്രൈഡ്സ് പർജ് എന്ന് പറയുന്ന സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പ്രൈഡ്സ് പർജ് എന്ന് പറയുന്ന സംഭവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇതിനെ തുടർന്നാണ് 1649 ജനുവരി 30 ചാൾസ് ഒന്നാമൻ തൂക്കിലേറ്റപ്പെടുന്നു. അങ്ങനെ രണ്ടാമത്തെ രാജാവിന്റെ കാലഘട്ടം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഫേസിൽ പഠിച്ച കാര്യങ്ങൾ പറയാം, ഓർത്തെടുക്കാം. ഷോർട്ട് പാർലമെന്റ്. രാജാവിന് പണം ആവശ്യമായിരുന്ന സാഹചര്യത്തിൽ 1640 ഏപ്രിൽ 13 വിളിച്ചുകൂട്ടിയ പാർലമെന്റിൽ സഭയുടെ പരാതികൾ തീർത്തിട്ടേ പണം അനുവദിക്കുകയുള്ളതെന്ന് സഭാ അംഗങ്ങൾ നിലപാടെടുത്തു. 3 ആഴ്ച മാത്രം പ്രായമുള്ള പാർലമെന്റിനെ രാജാവ് എന്ത് ചെയ്തു? പിരിച്ചുവിട്ടു. ഇതിനെ ഷോർട്ട് പാർലമെന്റ് എന്ന് പറയുന്നു. ലോങ് പാർലമെന്റ്. സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധം മൂലം ചാൾസ് ഒന്നാമന് പണം ആവശ്യമായി വരികയും പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹം 1640 പാർലമെന്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. രാജാവിന്റെ ആധിപത്യത്തിനെതിരായ അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെന്റ് 1660 വരെ തുടർന്നു വന്നു. ഇതറിയപ്പെട്ടത് നീണ്ട പാർലമെന്റ് അല്ലെങ്കിൽ ലോങ് പാർലമെന്റ് എന്നാണ്. ഈ കാലയളവിൽ 1641 ഭാവി പാർലമെന്റുകളുടെ രൂപീകരണത്തെയും കാലാവധിയും പറ്റിയുള്ള ട്രൈനിയൽ ആക്ട്, ത്രിവത്സര നിയമം പാസാക്കി. ഈ നിയമപ്രകാരം 3 വർഷത്തിലൊരിക്കൽ പാർലമെന്റ് കുറഞ്ഞത് 50 ദിവസത്തെ സമ്മേളനമെങ്കിലും വിളിച്ചു കൂട്ടണമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം നോക്കൂ. 1642 ചാൾസ് ഒന്നാമൻ പാർലമെന്റിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ഒരു സൈന്യത്തെ ഉയർത്തിയതോടെയാണ് ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത്. കെവലിയേഴ്സ് രാജാവും പിന്തുണക്കാരും റൗണ്ട് ഹെഡ് പാർലമെന്റ് പിന്തുണക്കാരും തമ്മിലാണ് ഇത് നടന്നത്. ന്യൂ മോഡൽ ആർമി എന്ന സൈന്യം രൂപീകരിച്ചാണ് പാർലമെന്റ് രാജാവിനെതിരെ യുദ്ധം ചെയ്തത്. ഈ സൈന്യത്തിന് നേതൃത്വം നൽകിയത് ഒളിവർ ക്രോംവെൽ എന്ന വ്യക്തിയാണ്. പ്രൈഡ്സ് പർജ് വളരെ ഇമ്പോർട്ടന്റ്. ഇംഗ്ലീഷ് ആഭ്യന്തര വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവമാണ് പ്രൈഡ്സ് പർജ്. രാജാവിനെ പിന്തുണയ്ക്കുന്ന പാർലമെന്റ് അംഗങ്ങളെ കേണൽ തോമസ് പ്രൈഡിന്റെ നേതൃത്വത്തിൽ ബന്ദിയാക്കിയ നടപടിയാണ് പ്രൈഡ്സ് പർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1649 ജനുവരി 30 ചാൾസ് ഒന്നാമനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. 1649 ജനുവരി 30. അതോടുകൂടി രണ്ടാമത്തെ ഭരണാധികാരിയായ ചാൾസ് ഫസ്റ്റിന്റെ കാലഘട്ടം അവസാനിക്കുന്നു. ഇനി വളരെ വ്യക്തമായി പഠിക്കുക. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെ ക്രമം? ജെയിംസിൽ തുടങ്ങി ജെയിംസിൽ അവസാനിക്കും. ഇടയ്ക്ക് 2 ചാൾസ്. അപ്പോൾ ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. ഇങ്ങനെയാണ്. ഇതിൽ നമ്മൾ 2 പേരെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂ മോഡൽ ആർമിയിലൂടെ ഭരണം പിടിച്ചെടുത്ത ഒരാളുണ്ടല്ലോ, ആര്? ഒളിവർ ക്രോംവെൽ. അദ്ദേഹം ഭരിച്ച ഒരു കാലഘട്ടമുണ്ട്. 1649 തൊട്ട് 1658 വരെ. 58 വരെ അദ്ദേഹം ഉള്ളു. 58 അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അനുകൂലികൾ 1660 വരെ ഭരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു പീരീഡ്, ഈ ചാൾസ് ഒന്നാമൻ മരിച്ചത് മുതൽ 660 വരെയുള്ള പീരീഡിലാണ് ആരുടെ പീരീഡ്? ഒളിവർ ക്രോംവെല്ലിന്റെ പീരീഡ്. ആ കാലഘട്ടം നമുക്ക് പഠിച്ചെടുക്കാം. ഒളിവർ ക്രോംവെൽ. കോമൺവെൽത്ത് കാലഘട്ടം എന്ന് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം അറിയപ്പെടുന്നു. എന്ത് പേരിലാണ്? കോമൺവെൽത്ത് കാലഘട്ടം. ഒളിവർ ക്രോംവെല്ലിന്റെ കാലഘട്ടം കോമൺവെൽത്ത്. ക്രോംവെൽ കോമൺവെൽത്ത്. 1649 തൊട്ട് 58 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 58 അദ്ദേഹം മരിച്ചു. അദ്ദേഹം കൊണ്ടുവന്ന ഭരണ സംവിധാനത്തിന്റെ പേരാണ് പ്രൊട്ടക്ടറേറ്റ്. ഒളിവർ ക്രോംവെല്ല് കൊണ്ടുവന്ന ഭരണ സംവിധാനത്തിന്റെ പേരെന്താണ്? പ്രൊട്ടക്ടറേറ്റ്. ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ഒളിവർ ക്രോംവെല്ല് കൊണ്ടുവന്ന ഭരണ സംവിധാനത്തിന്റെ പേര് പ്രൊട്ടക്ടറേറ്റ് എന്നാണ്. അദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടു. 1653 അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ട ആൾ ഒളിവർ ക്രോംവെല്ലാണ്. ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഒളിവർ ക്രോംവെല്ലാണ്. അപ്പോൾ ജെയിംസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമൻ, ഒളിവർ ക്രോംവെൽ. ഈ കാലഘട്ടം കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നു. 649 658 ഭരണ സംവിധാനം പ്രൊട്ടക്ടറേറ്റ് എന്നറിയപ്പെട്ടു. അദ്ദേഹം ലോർഡ് പ്രൊട്ടക്ടർ എന്ന് വിളിച്ചു. ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് കാലഘട്ടം. ഒളിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഭരണം കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെട്ടു. ഈ കാലഘട്ടം 649 മുതൽ 58 വരെയാണ്. സൈനിക സ്വേച്ഛാധിപതിയായിട്ടാണ് അദ്ദേഹം ഭരിച്ചത്. ഒളിവർ ക്രോംവെൽ ബ്രിട്ടൻ ഭരിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയ ഭരണ സംവിധാനമാണ് പ്രൊട്ടക്ടറേറ്റ് എന്ന് അറിയപ്പെട്ടത്. ഇതോടൊപ്പം ഒളിവർ ക്രോംവെൽ ലോർഡ് പ്രൊട്ടക്ടർ എന്നും അറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹമാണ്. ക്രോംവെല്ലിന്റെ മരണശേഷം ഇംഗ്ലണ്ടിൽ രാഷ്ട്രീയ അസ്ഥിരത ഉടലെടുത്തു. അതായത് ഇനി ആര് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നു. അപ്പോൾ ജനങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് പാർലമെന്റിന് അവരുടേതായ അധികാരം നൽകിക്കൊണ്ട് തന്നെ രാജഭരണം പുനഃസ്ഥാപിക്കണം എന്നൊരാഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു.
പാർലമെന്റിന് അതിന് സമ്മതമാണ്. പാർലമെന്റ് ഒരിക്കൽ പോലും രാജാവ് ഇവിടെ നിന്ന് മാറിപ്പോണമെന്നൊന്നും ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അവർ ആവശ്യപ്പെട്ടത് പാർലമെന്റിന്റെ അധികാരം പാർലമെന്റിന് തരൂ, പാർലമെന്റിന്റെ അധികാരങ്ങൾ രാജാവ് ഇടപെടാതിരിക്കൂ, മിലിറ്ററി അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കൂ. ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. ജനങ്ങളുടെ ആഗ്രഹം രാജാവ് വരണമെന്ന് ആണെങ്കിൽ പാർലമെന്റ് സമ്മതിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഇനി ആരുണ്ട്? ഓൾറെഡി ജെയിംസ് ഒന്നാമൻ മരിച്ചു, അദ്ദേഹത്തിന്റെ മകൻ ചാൾസ് ഒന്നാമൻ മരിച്ചു, ഒളിവർ ക്രോംവെൽ മരിച്ചു. ഇനി അപ്പൊ ഇതില് വരുന്നത് ഇനി രാജഭരണം മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ രാജവംശത്തിലെ ബാക്കി ആര്? ചാൾസിന്റെ മൂത്ത മകനുണ്ട്, അദ്ദേഹമാണ് ചാൾസ് സെക്കൻഡ്. ഈ ചാൾസ് സെക്കൻഡിനെ പാർലമെന്റ് അധികാരത്തിൽ കൊണ്ടുവരുന്നു. ചാൾസ് സെക്കൻഡ് ഒരിക്കലും യുദ്ധം ചെയ്ത് തിരിച്ചു പിടിച്ചെന്നും വരുന്നതല്ല, അദ്ദേഹം പ്രതീക്ഷിച്ചു പോലും ഇല്ല രാജാവൂ. പക്ഷെ പാർലമെന്റ് പറഞ്ഞു ചാൾസ് സെക്കൻഡ് രാജാവൂ. പാർലമെന്റ് അധികാരം പാർലമെന്റിന്, രാജാവിന്റെ അധികാരം രാജാവിന്. അങ്ങനെ പിന്നീട് ചാൾസ് സെക്കൻഡ് ഭരണത്തിൽ വരുന്നു. ഓക്കെ, അപ്പൊ രാജവാഴ്ച എങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടുന്നു ശ്രദ്ധിച്ചോ. ചാൾസ് രണ്ടാമൻ 1660 മുതൽ 1685 വരെയാണ് ചാൾസ് രണ്ടാമന്റെ കാലഘട്ടം. 1660 മുതൽ 1685 വരെ, 1660 തൊട്ട് 1685 വരെയാണ് ചാൾസ് രണ്ടാമന്റെ കാലഘട്ടം. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും പാർലമെന്റിന്റെ അധികാരത്തിനും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനൊക്കെ അനുമതി കിട്ടിയിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ചാൾസ് രണ്ടാമൻ. കാരണം അദ്ദേഹത്തിന് പാർലമെന്റാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ അദ്ദേഹം രാജഭരണം തിരിച്ചു പിടിക്കുന്നതൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടിയിരുന്നു. കോഫി ഹൗസുകളിലും മദ്യ ഷോപ്പുകളിലൊക്കെ ഇരുന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ കാലത്ത് ഉയർന്നു വന്ന ക്ലബിന്റെ പേരാണ് ഗ്രീൻ റിബൺ ക്ലബ്. അപ്പൊ ഗ്രീൻ റിബൺ ക്ലബ് എന്ന് പറയുമ്പോൾ ഗ്രീൻ റിബൺ ക്ലബ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന ആരുടെ കാലത്താണ് ഉയർന്നു വരുന്നത്? ചാൾസ് രണ്ടാമൻ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയുക, ആ സമയത്ത് പാർലമെന്റിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വരുന്നു, വിഗ് പാർട്ടിയും ടോറി എന്ന് പറയുന്ന പാർട്ടി. വിഗ് പാർട്ടിയും ടോറി എന്ന് പറയുന്ന പാർട്ടിയും. ഇതിനേക്കാൾ ഉപരി അനാവശ്യമായി ഒരാളെ തടങ്കലിൽ വയ്ക്കുമ്പോൾ അതിന്റെ നിയമസാധുത ചോദ്യം ചെയ്യാൻ പൗരന്മാർക്ക് അവകാശം ഉണ്ടായിരിക്കും എന്ന രീതിയിൽ ഒരു നിയമം കൂടി പാസ്സാക്കിയ നിയമം അറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആക്ട് എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു പഠിച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കും. ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കുന്നത് ആരുടെ കാലഘട്ടത്തിൽ? ചാൾസ് രണ്ടാമൻ. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പാർലമെന്റ് അറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് പാർലമെന്റ് എന്നാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ പാർലമെന്റ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹേബിയസ് കോർപ്പസ്. അപ്പോ വളരെ ജനകീയനായിരുന്ന വ്യക്തി ചാൾസ് രണ്ടാമൻ. 1660 തൊട്ട് 1685 വരെ, 1660 തൊട്ട് 1685 വരെ ഇദ്ദേഹത്തിന്റെ കാലത്ത് ഉയർന്നു വന്നതാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്. വിഗ് ടോറി പാർട്ടികൾ, വീണ്ടും ഞാൻ പറയുന്നു, വിഗ് ടോറി പാർട്ടികൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഹേബിയസ് കോർപ്പസ് നിയമം പാസ്സാക്കി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പാർലമെന്റ് ഹേബിയസ് കോർപ്പസ് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹം അന്തരിക്കുന്നുണ്ട് 1685. അപ്പൊ സ്വാഭാവികമായിട്ടും നോക്കൂ, ജെയിംസ് ഒന്നാമൻ, അദ്ദേഹത്തിന്റെ മകൻ ചാൾസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമന്റെ മകൻ ചാൾസ് രണ്ടാമൻ, ഇദ്ദേഹമാണ് ഭരിച്ചത്. ഇനി ഈ ചാൾസ് ഒന്നാമന് ഒരു മകൻ കൂടിയുണ്ട്, അതാണ് ജെയിംസ് സെക്കൻഡ്. ഇനി അപ്പം ഇദ്ദേഹം മരിച്ചില്ലേ, അപ്പൊ അനിയനായിട്ടുള്ള ആര് വരും? ജെയിംസ് സെക്കൻഡ്. പക്ഷെ അദ്ദേഹം പഴയ അപ്പൂപ്പന്റെയും അച്ഛന്റെയൊക്കെ അതേ സ്വഭാവം പിന്തുടർന്നിരുന്ന ആളാണ്. പാർലമെന്റിനെ എതിർത്ത് മുന്നേറാൻ ശ്രമിച്ചു. പാർലമെന്റ് തിരിച്ചറിയുകയും തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഭരിക്കാനുള്ള അവകാശം ഇനിയില്ല, നിങ്ങൾ ഭരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അധികാരത്തിൽ നിന്ന് മാറും. പക്ഷെ രാജവാഴ്ച അവസാനിക്കുന്നില്ല, പകരം നിങ്ങളുടെ മകളെ ഇത് ഏൽപ്പിക്കുക, മകളും മരുമകനും കൂടെ വന്ന് ഭരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം സാധാരണ ഇതിലിങ്ങനെ എതിർപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും? യുദ്ധം നടക്കും. പക്ഷെ ഇവിടെ യുദ്ധമൊന്നും നടന്നില്ല. പാർലമെന്റിന്റെ നിർദ്ദേശം എന്താണ് അതനുസരിച്ചുകൊണ്ട് ഈ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പോയി. ആ പ്രശ്നം സോൾവ് ആയി. പകരം ഇദ്ദേഹത്തിന്റെ മകളായ മേരി സെക്കൻഡും വില്യം മൂന്നും അധികാരത്തിൽ വരും. ഇതിനെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. 1688 അധികാരം കൈമാറുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1685-88 പാർലമെന്റുമായി തർക്കങ്ങൾ, തുടർന്ന് 88 അധികാരം കൈമാറുന്നു. ഈ അധികാരം കൈമാറുമ്പോൾ ഇത്രയും നേരം കഥ കേട്ടത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്തെങ്കിലും രക്തച്ചൊരിച്ചിലുണ്ടോ ഈ അധികാരം കൈമാറിയതിൽ? ഇല്ല. പാർലമെന്റ് എന്ന് പറഞ്ഞ് പോ എന്ന് പറഞ്ഞതും ജെയിംസ് രണ്ടാമൻ പോയി. അപ്പൊ രക്തച്ചൊരിച്ചിലില്ല. അതുകൊണ്ടാണ് ഇതിനെ ബ്ലഡ് ലെസ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്, ഇനി തെറ്റിക്കരുത്. 2, പുറത്ത് വെച്ചോ ഒരു മൈതാനത്ത് വെച്ചോ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ ഫൈറ്റ് നടന്നോ? ഇല്ല. കൊട്ടാരത്തിനകത്ത് വെച്ച് സംസാരിച്ചപ്പോൾ അയാൾ പോയി. അപ്പൊ ഇത് കൊട്ടാരം വിപ്ലവം എന്നറിയപ്പെടുന്നു. അങ്ങനെ വളരെ സമാധാനപരമായി നടന്ന ഒരു വിപ്ലവം അല്ലേ ഇത്? അതുകൊണ്ട് ഇതിനെ മഹത്തായ വിപ്ലവം എന്ന് പറയാം. 1688 നടന്നുകൊണ്ട് 1688 വിപ്ലവം എന്ന് പറയാം. ഓക്കെ. പിന്നെ രാജാവിന്റെ എതിർ സൈഡിൽ നിന്ന പ്യൂരിറ്റൻസ് അല്ലേ എപ്പോഴും ഈ വിപ്ലവത്തിന്റെ പിന്നിൽ നിന്നത്? അതുകൊണ്ട് ഇതിനെ
പ്യൂരിറ്റൻ വിപ്ലവം എന്ന് പറയാം. ഈ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് 1642 മുതൽ 1651 വരെ ഇംഗ്ലണ്ടിൽ ആഭ്യന്തര കലാപവും നടന്നത്. ഇതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അവസാനം ആരെ കയ്യിൽ അധികാരം എത്തി? മേരി സെക്കൻഡിന്റെയും വില്യം മൂന്നിന്റെയും. ഓക്കെ, അപ്പൊ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെടുന്നു. 1660 ഇംഗ്ലണ്ടിൽ ചാൾസ് രണ്ടാമൻ അധികാരത്തിലെത്തുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ലണ്ടനിലെ മദ്യശാലകളിലോ കോഫി ഹൗസുകളിലോ ഇടയ്ക്കിടെ ഒത്തുകൂടിയ ആദ്യകാല ക്ലബ്ബുകളിലൊന്നാണ് ഗ്രീൻ റിബൺ ക്ലബ്. ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധകാലത്ത് സജീവമായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ലെവലേഴ്സ്. ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധകാലത്ത് അതിന്റെ ചിഹ്നമായിരുന്നു ഗ്രീൻ റിബൺ. ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടികളാണ് വിഗ്, ടോറി പാർട്ടികൾ. 1679 ചാൾസ് രണ്ടാമന്റെ കാലത്ത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഹേബിയസ് കോർപ്പസ് നിയമം പാസാക്കി. കോടതിയിൽ ഒരാളുടെ തടവിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കിയ നിയമമായിരുന്നു ഇത്. ഈ നിയമം പാസാക്കിയ പാർലമെന്റിനെ ഹേബിയസ് കോർപ്പസ് പാർലമെന്റ് എന്ന് വിളിക്കുന്നു. 1685 ചാൾസ് രണ്ടാമന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വന്നു. ജെയിംസ് രണ്ട് അധികാരത്തിൽ വന്ന ശേഷം കൈക്കൊണ്ട നടപടികൾ പാർലമെന്റുമായി വീണ്ടും തർക്കങ്ങൾക്കിടയാക്കി. ജെയിംസ് രണ്ടാമന്റെ ഭരണത്തോട് താല്പര്യമില്ലായിരുന്ന പാർലമെന്റ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയിലെ മകളായ മേരി സെക്കൻഡിനെയും ഭർത്താവായ വില്യം മൂന്നാമനെയും ഹോളണ്ടിലെ രാജാവ് ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിക്കുന്നു. ഇതേ തുടർന്ന് 1688 ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുന്നു. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ച ഈ അധികാര കൈമാറ്റമാണ് 1688 ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആള് ജോൺ ഹംപ്ടൺ ആണ്. ജോൺ ഹംപ്ടൺ മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇനി ബിൽ ഓഫ് റൈറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇന്ന് പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. 1689 ഡിസംബർ 16 ഇംഗ്ലണ്ടിൽ ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയത്. 1689 ഡിസംബർ 16 ഇംഗ്ലണ്ട് പാർലമെന്റ് ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കുന്നത്. വില്യം മൂന്നാണ് ഒപ്പിടുന്നത്. ചിലപ്പോൾ മേരി സെക്കൻഡും വില്യം മൂന്നും എന്ന് കൊടുത്തേക്ക്, എങ്കിൽ അത് ശരിയാണ്. ഒരാളുടെ പേര് മാത്രമാണെങ്കിൽ വില്യം മൂന്നാമൻ, അദ്ദേഹമാണ് ഒപ്പിടുന്നത് ബിൽ ഓഫ് റൈറ്റ്സിൽ. എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ അധികാരം വീണ്ടും ശക്തമാക്കാൻ വേണ്ടിയാണ്. രാജവാഴ്ച പരിമിതപ്പെടുത്തി, പാർലമെന്റ് അംഗീകരിക്കാത്ത നികുതികൾ നിയമവിരുദ്ധമാക്കി, സമാധാന കാലത്ത് രാജാവിന് സൈന്യം അനുവദിക്കില്ല എന്ന് ഇതിനകത്ത് എഴുതി ചേർത്തു. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും പാർലമെന്റിന്റെ പ്രത്യേക അവകാശങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ഒരു റോമൻ കത്തോലിക്ക അല്ലെങ്കിൽ അത്തരമൊരു വിശ്വാസി വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഇംഗ്ലണ്ടിന്റെ സിംഹാസനം അവകാശമായി ലഭിക്കില്ല എന്നും ബിൽ ഓഫ് റൈറ്റ്സിൽ ഉണ്ടായിരുന്നു. ബിൽ ഓഫ് റൈറ്റ്സിന്റെ വർഷം അപ്പോൾ ഞാൻ വീണ്ടും പഠിപ്പിക്കുന്നു. 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്. വീണ്ടും 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 പറയാം. പെറ്റീഷൻ ഓഫ് റൈറ്റ് 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ് 1628 ബിൽ ഓഫ് റൈറ്റ് 1689. ബിൽ ഓഫ് റൈറ്റ് 1689, ബിൽ ഓഫ് റൈറ്റ് 1689, പെറ്റീഷൻ ഓഫ് റൈറ്റ് 1628. ഇത് ചാൾസ് ഒന്നാമൻ, ഇത് വില്യം മൂന്നാമനും മേരി സെക്കൻഡും. ഇനി ബിൽ ഓഫ് റൈറ്റ്സിലാണ് രാജവാഴ്ച പരിമിതപ്പെടുത്തി, പാർലമെന്റ് അംഗീകരിക്കാത്ത നീതികൾ നിയമവിരുദ്ധമാക്കി, സമാധാനകാലത്ത് രാജാവിന് സൈന്യം അനുവദിക്കില്ല, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം പാർലമെന്റിന്റെ പ്രത്യേക അവകാശങ്ങളാക്കി, ഒരു റോമൻ കത്തോലിക്ക അല്ലെങ്കിൽ അത്തരമൊരു വിശ്വാസി വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് ഇംഗ്ലണ്ടിന്റെ സിംഹാസനം അവകാശമായി ലഭിക്കില്ല എന്ന് വന്നു. ഇനി ഇതിനെ തുടർന്ന് 1689 സൈനിക സേനയുടെ മേലുള്ള മൊണാർക്ക് രാജാവിന്റെ അധികാരം നിയന്ത്രണപ്പെടുത്തിക്കൊണ്ട് ഒരു മ്യൂട്ടനി ആക്ടും കൂടെ പാസ്സാക്കി. 1689 മ്യൂട്ടനി ആക്ട്. 701 ബിൽ ഓഫ് റൈറ്റ്സിനെ ശക്തിപ്പെടുത്തുന്നതിനായി ഒരു സെറ്റിൽമെന്റ് നിയമം കൂടെ പാസ്സാക്കി. 1701 ഒരു സെറ്റിൽമെന്റ് നിയമം. ഇത്രയുമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവസാനിക്കുന്ന ഇങ്ങനെയാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ ഇമ്പാക്ട്സ് എന്തായിരുന്നു നോക്കൂ. പാർലമെന്ററി അധികാരത്തിന്റെയും ആധുനിക രാഷ്ട്രീയ പാർട്ടികളുടെയും ആശയങ്ങളുടെയും ഉയർച്ച, സമ്പൂർണ്ണ രാജവാഴ്ച അവസാനിക്കുകയും ഭരണഘടനാപരമായ രാജവാഴ്ച, അതായത് ഭരണഘടന അനുസരിച്ച് രാജാവ് ഭരിക്കും എന്നുള്ള രീതിയിലേക്ക് മാറി. മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു. ഫ്യൂഡൽ ഘടനകളുടെ തകർച്ചയ്ക്കൊപ്പം യോഗ്യത അടിസ്ഥാനപ്പെടുത്തി സമൂഹത്തിന്റെ ഒരു ക്രമം ഉയർന്നു വന്നു. ഇത് ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇമ്പാക്ട് ഓഫ് ഗ്ലോറിയസ് റവല്യൂഷൻ. പാർലമെന്ററി അധികാരത്തിന്റെ ആധുനിക രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങളുടെ ഉയർച്ച, രാജവാഴ്ച, സമ്പൂർണ്ണമായിട്ടുള്ള രാജവാഴ്ച അവസാനിപ്പിച്ചു, ഭരണഘടനാപരമായ രാജവാഴ്ചയ്ക്ക് തുടക്കമിട്ടു, മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു, ഫ്യൂഡൽ ഘടനകളുടെ തകർച്ചയ്ക്കൊപ്പം യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമൂഹിക ക്രമത്തിന്റെ ഉയർച്ച. ഇത്രയുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഈ സ്ക്രീനിൽ നോക്കി ബേസ് ആയിട്ട് ആദ്യം കുറച്ച്, ഇനി നമുക്ക് ഒരു റിവിഷൻ ഒരു 5 മിനിറ്റിൽ പഠിച്ചെടുക്കാം. ഓക്കെ, ഇതാ നോക്കൂ. ജെയിംസ് ഒന്നാമൻ വരുന്നുണ്ടേ. 1603, 1625 നമ്മൾ പഠിച്ചത് ജെയിംസ്, ചാൾസ്, ചാൾസ്, ജെയിംസ്, ജെയിംസ് 1, ജെയിംസ് 2, ചാൾസ് 1, ചാൾസ് 2. ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ മകൾ മേരിയും വില്യമും അധികാരത്തിൽ വരുന്നതാണ് 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ക്ലിയർ ആണ്? ശരി, അപ്പൊ നോക്കൂ. ജെയിംസ് 1 1603, 1625. ചാൾസ് 1 625, 1649. ഇനി 49 ഈ ചാൾസ് 1 തൂക്കിക്കൊല്ലുന്നു കണ്ടോ, 49. പിന്നെ 1660
റിസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി അണ്ടർ ചാൾസ് സെക്കൻഡ്. ചാൾസ് സെക്കൻഡിന്റെ അധികാരം വരുന്നു 1660. പിന്നെ വരുന്നത് ജെയിംസ് സെക്കൻഡ് 660 തൊട്ട് 1685, 1680 തൊട്ട് 1685 വരെ. എന്നിട്ട് 88 അധികാരം കൈമാറ്റം നടക്കുന്നു. ക്ലിയർ ആണല്ലോ. പിന്നെ ഇതിനിടയ്ക്കുള്ള ഒരു കാലഘട്ടം ഇംഗ്ലീഷ് സിവിൽ വാർ 1642 തൊട്ട് 1651 വരെ. പിന്നെ 653 നമ്മുടെ ഒളിവർ ക്രോംവെൽ ലോർഡ് പ്രൊട്ടക്ടർ എന്ന സ്ഥാനം സ്വീകരിച്ച് പ്രൊട്ടക്ടറേറ്റ് ഭരണ സംവിധാനം കൊണ്ടുവരുന്നത്. ഇതാണ് അതിന്റെ ഒരു പീരീഡ്. ഇനി ഫാമിലി സ്റ്റോറി പഠിച്ചാലോ. ജെയിംസ് ഒന്നാമന് ഒരു മകൻ ചാൾസ്. ഇവർ രണ്ടുപേരുമായിരുന്നു രാജാവിന്റെ ദൈവിക അധികാരത്തിൽ വിശ്വസിച്ചിരുന്നത്. സോ ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നു ഈ മനുഷ്യനെ, ചാൾസിന്. പിന്നെ ഇവിടെ വരുന്ന ആളാണ് ഒളിവർ ക്രോംവെൽ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1649 1658. പിന്നെ രാജഭരണം വരുന്നുണ്ട് 1660. ചാൾസ് സെക്കൻഡ്. ഇദ്ദേഹം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹം മരിച്ചപ്പം അനിയൻ വന്നു 1680 തൊട്ട് 1685 വരെ. പക്ഷെ ഇദ്ദേഹം പാർലമെന്റുമായിട്ട് എതിരായിരുന്നു. സോ ഇദ്ദേഹത്തിന്റെ മകളയോടും മരുമകനോടും അധികാരം ഏറ്റെടുക്കാൻ വരുന്നു 1688. ഇതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഓക്കെ, അപ്പൊ മൊത്തം കഥ നമുക്ക് ജസ്റ്റ് ഒരു തവണ ഇങ്ങനെ പഠിക്കാം. ഇംഗ്ലണ്ടില് ട്യൂഡർ രാജവംശം സപ്പോർട്ട് ചെയ്തിരുന്നത് മധ്യവർഗത്തെ, അതുപോലെ പ്യൂരിറ്റൻ വിഭാഗത്തെ, പാർലമെന്റിനെ, വിദേശ നയത്തിലാണെങ്കിൽ ജർമ്മനിയെ. അങ്ങനെ നല്ലതായിട്ട് ട്യൂഡർ രാജവംശം ഭരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇതിൽ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു എലിസബത്ത് രാജ്ഞി. ക്ലിയർ ആണ്. ട്യൂഡർ രാജവംശത്തിലെ എലിസബത്ത് രാജ്ഞി മരിച്ചപ്പോ അവര് ജെയിംസ് ഒന്നാമനെ രാജാവാക്കി മാറ്റി. അപ്പൊ ഏത് രാജവംശം വരുന്നു? സ്റ്റുവർട്ട് രാജവംശം. നേരെ ഓപ്പോസിറ്റ് ആണ് അവരുടെ കാഴ്ചപ്പാടുകൾ. മധ്യവർഗത്തിന് പകരം തിരിച്ച് ഫ്യൂഡലിസം കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. പ്യൂരിറ്റൻസിന് പകരം അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത് ആംഗ്ലിക്കൻ വിഭാഗത്തെയാണ്. പാർലമെന്റിന്റെ അധികാരത്തെ ഇവർ ചോദ്യം ചെയ്തു. രാജാവിന്റെ അധികാരത്തെയാണ് അവര് വില കൊടുത്തത്. ജർമ്മനിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സ്പെയിനിനെയും ഫ്രാൻസിനെയും സപ്പോർട്ട് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റുവർട്ട് രാജവംശ കാലഘട്ടത്തിൽ പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റ് രാജാവിനെ ചോദ്യം ചെയ്യും. അപ്പോ ഉയർന്നു വരും ഒരു ചോദ്യം: പാർലമെന്റ് ആണോ വലുത്, രാജാവാണോ വലുത്? അതിൽ നിന്ന് ഉയർന്നു വന്ന വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. 17-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവം, സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന വിപ്ലവം. ഓക്കെ, മറ്റു പേരുകൾ: ബ്ലഡ്ലെസ് റവല്യൂഷൻ, ഇംഗ്ലീഷ് സിവിൽ വാർ, ഗ്ലോറിയസ് റവല്യൂഷൻ, പ്യൂരിറ്റൻ റവല്യൂഷൻ, പാലസ് റവല്യൂഷൻ, റവല്യൂഷൻ ഓഫ് 1688. ആദ്യം വരുന്ന രാജാവ് ജെയിംസ് ഒന്നാമൻ. നോക്കൂ, 1603 തൊട്ട് 1625 വരെ. അയാൾ ബ്രിട്ടീഷ് സോളമൻ എന്ന വിളി കേൾക്കാൻ ആഗ്രഹിച്ച ആളാണ്. ട്രൂ ലോസ് ഓഫ് മൊണാർക്കീസ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അതിൽ അദ്ദേഹം വാദിച്ചു രാജാവിന്റെ ദൈവിക അധികാരത്തെക്കുറിച്ച്. മിലേനിയറി പെറ്റീഷൻ എന്ന പെറ്റീഷൻ പ്യൂരിറ്റൻസ് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി: നോ ബിഷപ്പ്, നോ കിങ്. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത് ജെയിംസ് ഒന്നാമനാണ്. അദ്ദേഹം 1625 നാട് നീങ്ങി. അപ്പൊ ജെയിംസ് മരിച്ചേ. ഇനി അടുത്തത് ചാൾസ് ഒന്ന്. ചാൾസ് 625 649 പീരീഡ്. രാജാവിന്റെ ദൈവീയ ശക്തിയിൽ തന്നെ അയാൾ വിശ്വസിച്ചു. പ്യൂരിറ്റൻ സഭയുള്ള തർക്കങ്ങൾ വഷളായി. 625 അയാൾ പാർലമെന്റ് പിരിച്ചിട്ടു. ഇത് ആദ്യത്തെ ഭാഗം. എന്നിട്ട് അയാൾ അന്യായമായ നികുതികൾ ഏർപ്പെടുത്തി. ടണ്ണേജ്, പൗണ്ടേജ് നികുതി. അത് അടയ്ക്കാത്തവർക്കെതിരെ കേസ്, 5 നൈറ്റ് കേസ്. പിന്നീട് വീണ്ടും അദ്ദേഹം പാർലമെന്റ് വിളിച്ചു ചേർത്തു. അപ്പൊ എന്ത് ചെയ്തു? പാർലമെന്റ് അയാളെ കൊണ്ട് ഒരു ഹർജിയിൽ ഒപ്പിട്ടു. അതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്നറിയപ്പെടുന്നത്. എന്നിട്ട് ആ പെറ്റീഷൻ ഓഫ് റൈറ്റ് അയാൾ പാലിച്ചോ? ഇല്ല. 629 പാർലമെന്റ് വീണ്ടും പിരിച്ചു വിട്ടു. അത് ഇറ ഓഫ് ടൈറണി എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ സമയത്ത് അയാളെ ഏർപ്പെടുത്തിയ നികുതിയാണ് ഷിപ്പ് മണി. വീണ്ടും അടുത്ത യുദ്ധം വരുന്നു. അയാൾ പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നു. ആദ്യം തന്നെ പിരിച്ചു വിടുന്നു ഷോർട്ട് പാർലമെന്റ്. പിന്നെ 20 വർഷം നീണ്ടു നിന്ന ലോങ് പാർലമെന്റ്. അതിനിടയ്ക്ക് 1641 പാസ്സാക്കുന്ന ആക്ടാണ് ട്രൈനിയൽ ആക്ട്. ഇംഗ്ലീഷ് സിവിൽ വാർ നടക്കുന്നു 1642 തൊട്ട് 1651 വരെ. രാജാവിനെ പിന്തുണച്ചവർ കെവലിയേഴ്സ്, പാർലമെന്റിനെ പിന്തുണച്ചവർ റൗണ്ട് ഹെഡ്സ്. അങ്ങനെ പാർലമെന്റ് ആർമി ഉണ്ടാക്കുന്നു, ന്യൂ മോഡൽ ആർമി. ഒളിവർ ക്രോംവെല്ലാണ് അതിന് നേതൃത്വം കൊടുത്തത്. പിന്നെ കേണൽ പ്രൈഡിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിലെ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു. പ്രൈഡ്സ് പർച്ച് 1648 പിന്നെ ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു 1649 ജനുവരി 30. ഇതിനുശേഷം പിന്നെ ആര് വന്നു? ഒളിവർ ക്രോംവെൽ. കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നു. 1649 1658 ഭരണ സംവിധാനം പ്രൊട്ടക്ടറേറ്റ്, ലോർഡ് പ്രൊട്ടക്ടർ എന്ന് അറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹം മരിച്ചുപോയി. പകരം രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെടുന്നു. പാർലമെന്റ് ആരെ കൊണ്ടുവരുന്നു? ചാൾസ് രണ്ടാമൻ 1660 1685. അദ്ദേഹത്തിന്റെ കാലത്താണ് ഗ്രീൻ റിബൺ ക്ലബ്ബ്, വിഗ്, ടോറി പാർട്ടികൾ. ഹേബിയസ് കോർപ്പസ് നിയമം, ഹേബിയസ് കോർപ്പസ് പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം വന്ന ജെയിംസ് രണ്ടാമനാണെങ്കിൽ പാർലമെന്റിന് വിരുദ്ധനായിരുന്നു. 685 688 പീരീഡിലാണ് അദ്ദേഹം ഭരിച്ചത്. പാർലമെന്റുമായി തർക്കങ്ങൾ. 1688 അധികാരം കൈമാറുന്നു. ആർക്ക്? മേരി സെക്കൻഡിനും വില്യം മൂന്നിനും. ഇതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. തുടർന്ന് 1689 ബിൽ ഓഫ് റൈറ്റ്സ്, മ്യൂട്ടനി ആക്ട്, 1701 സെറ്റിൽമെന്റ് ആക്ട്. ഇത്രയുമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. പരമാവധി കോണ്ടന്റ് ഉൾപ്പെടുത്തിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മാക്സിമം ഇത്രയും പഠിച്ചിരിക്കുക. കഥ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വർഷങ്ങളും വ്യക്തികളെയും ഒന്നുകൂടി ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.